നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര, ഗണപതി ഭഗവാനെ, വള്ളിയൂരപ്പ, ശാസ്താവേ, മഹാദേവ, സർവേശ്വര, അമ്മേ ഭഗവതി. ഗുരുവായൂരപ്പനായി കണ്ട എല്ലാവരെയും സാഷ്ടാംഗം മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഇന്ന് 3-ാം ദിവസം ശ്രീ മഹാഗണേശ പുരാണത്തിൻ്റെ സപ്താഹയജ്ഞം. ഇന്നലെ നമ്മൾ വൈകിട്ട് കറുകയുടെ മഹാത്മ്യം പറഞ്ഞിട്ടാണ് നിർത്തിയത്. ദുർവയുടെ മഹാത്മ്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃതവീരൻ എന്ന് പറയുന്ന രാജാവിന് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് സംകഷ്ട ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാനുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയിട്ടുള്ള ആളാണ്, പിതൃദേവനാണ്. അങ്ങനെ പിതൃദേവനായിട്ടുള്ള അദ്ദേഹം ബ്രഹ്മദേവൻ്റെ എന്ന ഉപദേശം സ്വീകരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ കറുകയുടെ കഥ കേട്ടത്. ആ കഥയാകട്ടെ മറ്റൊരു കഥകത്താണ് ഇരിക്കുന്നത്. ഇന്ദ്രൻ്റെ വിമാനം വൃഷുണ്ഡി മഹർഷിയെ ദർശിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ശൂരസേന രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വന്ന് വീണു. ആ ഇന്ദ്രൻ്റെ വിമാനത്തിനെ ഉയർത്താൻ ആർക്കാ സാധിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയും, സംകഷ്ടചതുർത്ഥി വ്രതം 1 വർഷക്കാലമെങ്കിലും അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളുടെ പുണ്യഫലം ഉണ്ടെങ്കിൽ ആ വിമാനത്തിനെ ഉയർത്താൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ശൂരസേനൻ അങ്ങനൊരു വ്രതത്തിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇന്ദ്രനോട് ചോദിക്കും, ആ വ്രതം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കഥകളൊക്കെ. ആ കഥ ഇവിടെ സോമകാന്ത രാജാവിന് ഭൃഗുമഹർഷി പറഞ്ഞു കൊടുക്കണതാണ്. ആ കഥ വ്യാസൻ ഭൃഗുവിന് പറഞ്ഞു കൊടുത്തതാണ്. വ്യാസമഹർഷിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെ കഥയുടെ ഉള്ളിൽ കഥയായിട്ടാണ് ഈ കഥകളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നലത്തെ ഭാഗം കേട്ടിട്ടുള്ളവർക്കാണ് ശരിക്കും പൂർണ്ണമായിട്ടും ഇന്ന് ബാക്കിയുള്ള തുടർച്ച മനസ്സിലാവുക. ഭാഗവതോ രാമായണോ പോലെ ഒരു വലിയ കഥയുടെ തുടർച്ചയായിട്ടല്ല, അനവധി ചെറിയ ചെറിയ കഥകളുടെ ഒഴുക്കാണ് ഗണേശപുരാണം. ഇന്ന് നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊക്കെ അറിയുന്നൊരു വലിയ പുരാണപുരുഷൻ്റെ ജനനാണ് വരുന്നത് ഇതിൽ. അദ്ദേഹം അതിപ്രസിദ്ധനും അതിശക്തനുമായിരുന്നു. ഗണേശപുരാണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനൊരു കഥയുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കഥയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ചുരുക്കി പറഞ്ഞിരുന്നു. അതായത് കൃതവീരൻ അച്ഛൻ്റെ ഉപദേശം കൊണ്ട് സ്വപ്നത്തിൽ വന്നിട്ട് അച്ഛൻ എങ്ങനെ ഈ വ്രതം ആചരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതും അതിനനുസരിച്ച് കൃതവീരൻ ആ വ്രതം നടത്തിയതും പുത്രൻ ജനിച്ചതും ഒക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ശൂരസേനൻ്റെ നാട്ടിൽ വിളംബരം ചെയ്തിട്ട് സംകഷ്ട ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച ഒരാളുടെ പുണ്യത്തെ എടുത്തിട്ട് ഇന്ദ്രൻ്റെ വിമാനത്തിനെ ഉയർത്തി പറപ്പിച്ച് കൊണ്ടുപോയ കഥയൊക്കെ ഇന്നലെ ചുരുക്കി പറഞ്ഞു. പക്ഷെ ആ കഥയുടെ തന്നെ ഉള്ളിലുള്ള ചില വിഷയങ്ങളുടെ വിസ്താരമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കൃതവീരൻ്റെ ആ അച്ഛൻ വന്ന് സ്വപ്നത്തിൽ വന്ന് ദർശിച്ചതിൻ്റെ ആ കഥയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ശൂരസേനൻ ഇന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുക, ഗണപതി ഭഗവാന്റെ കഥകൾ ഇനിയും പറഞ്ഞു തരൂ ഇന്ദ്ര എന്ന് പറഞ്ഞപ്പോൾ കൃതവീരൻ്റെ അച്ഛൻ ബ്രഹ്മദേവൻ്റെ നിന്ന് ആ ഉപദേശം കിട്ടിയതിന് ശേഷം പിന്നെന്താ ചെയ്തത്? കറുകയുടെ ആഖ്യാനം കേട്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃതവീരൻ്റെ അച്ഛന് കറുകയുടെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മാവാണ്. കൃതവീരൻ്റെ അച്ഛൻ അത് കേട്ടിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സ് നിറഞ്ഞു ഈ കഥ ഇപ്പം കേട്ടിട്ട്. അന്ന് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പം പറയും, കറുകയുടെ മാഹാത്മ്യം അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ നിറച്ചു, വളരെ സന്തോഷമായി. പക്ഷെ അപ്പോഴും അദ്ദേഹം ആലോചിച്ചു, എൻ്റെ മകനൊരു കുട്ടി ഉണ്ടാവുമോ? അവനിനി പുത്രനില്ലാതെ നരകത്തെ പ്രാപിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം വിഷമിച്ചിട്ട് ബ്രഹ്മലോകത്തു നിന്ന് തിരിച്ചു വന്നു. അന്ന് രാത്രി കൃതവീരൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ അച്ഛനെ കണ്ടു. നമ്മളും അങ്ങനെയാണ് പലപ്പോഴും. നമ്മുടെ മാതാപിതാക്കന്മാരോ മുത്തശ്ശിയോ മുത്തശ്ശനൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അവരെ സ്വപ്നത്തിൽ കാണും. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുക. അത് ആധുനിക സൈക്കോളജിയിൽ പറയും, നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ചിന്ത ആ ഉറക്കത്തിന് മുമ്പുള്ള ദിവസത്തിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് അവരുപയോഗിച്ചൊരു പുസ്തകമോ ഒരു വസ്ത്രമോ എന്തെങ്കിലും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോയോ എന്തെങ്കിലും നമ്മളറിയാതെ
ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സ്വപ്നം കണ്ടതിന് ശേഷം രാവിലെ പറയും എന്താണെന്നറിയില്ല, ഞാൻ ഓർത്തിട്ട് പോലുമില്ല, പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ടു പറയും. പക്ഷേ നമ്മുടെ സമ്പ്രദായങ്ങളിൽ അങ്ങനെ അവരെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും പഴയ കാലത്തൊക്കെ അത് വളരെ ഗൗരവത്തോടെ ആൾക്കാരെടുത്തിരുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് ഗതി കിട്ടിയിട്ടില്ല എന്നാണ്. അവർക്ക് വീണ്ടും ജന്മം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടിയിട്ടില്ല. മരിക്കണം, എല്ലാവർക്കും മോക്ഷമൊന്നും കിട്ടില്ല, പ്രതീക്ഷിക്കുകയേ വേണ്ട. പക്ഷെ അത് മോക്ഷത്തിന് വേണ്ടിയിട്ട് അനന്തരക്രിയകൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ പൂർവികർ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ അവർ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യവും നമുക്കില്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ആ ശ്രാദ്ധാദികൾ ചെയ്യുക എന്നുള്ളതാണ്. പിതൃകർമ്മത്തിനെക്കുറിച്ച് വിസ്തരിച്ചിട്ട് മുമ്പ് ഒരു കർക്കിടക മാസത്തിൽ ഞാൻ 3-4 ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്ത് കിടപ്പുണ്ട് യൂട്യൂബിൽ. അതിൽ ഇപ്പം ഞാനീ പറയാൻ പോണ വിഷയം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പിണ്ഡമായിട്ടും ജലമായിട്ടും കൊടുക്കുന്ന ശ്രാദ്ധത്തിൻ്റെ ക്രിയകൾ പിതൃ അവസ്ഥയിലോ പ്രേതാവസ്ഥയിലോ നിൽക്കുന്ന ആത്മാവിന് ആ ലോകത്തിൽ സൗഖ്യം കിട്ടും. ഇനി അവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു വസ്ത്രമായോ ഭക്ഷണമായോ ഒരു സൗകര്യമായിട്ടോ പ്രകൃതി അവർക്കത് കൊടുത്തോളും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും പല സൗഭാഗ്യങ്ങളും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും പാർപ്പിടവും അടക്കം സകലതും നമ്മുടെ പൂർവത്തിലുള്ള നമ്മുടെ അനന്തരാവകാശികൾ ചെയ്യണ ശ്രാദ്ധത്തിൻ്റെ ഫലമാണ്. കർമ്മം മാത്രമല്ല പലപ്പോഴും ഫലിക്കുക. ഈ വിധത്തിൽ അതിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂട്ടിയുള്ളൂ, ശ്രാദ്ധാദികൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. ഇപ്പോൾ ആധുനിക കാലത്തെ ഭക്തിപ്രസ്ഥാനങ്ങൾ പിതൃകർമ്മം ചെയ്യണ്ട, പരദേവതയെ പൂജിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പോയാൽ ഈ ധർമ്മം നശിക്കുകയുള്ളൂ. ഇപ്പം തന്നെ അടിവേര് തോണ്ടിയ അവസ്ഥയിലാണ് കേരളത്തിലെ പല വീടുകളും. എന്നിട്ടിപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് ഓടും, പരദേവത എങ്ങനെ ആവാഹിക്കാം, സർപ്പത്തിനെ എങ്ങനെ ആവാഹിക്കാം, എങ്ങനെ മരിച്ചുപോയ ആളുടെ ക്രിയകൾ മുഴുവൻ സമർപ്പിക്കുക എന്നാണ് പറയുക. രാമേശ്വരത്ത് പോയി സമർപ്പിച്ചു, ഗയയിൽ പോയി സമർപ്പിച്ചു, തിരുവല്ലത്ത് പോയി സമർപ്പിച്ചു. ഈ സമർപ്പിച്ച് മോക്ഷം കിട്ടണമെങ്കിൽ അതുപോലെ പുണ്യം ചെയ്ത് അതുപോലെയുള്ള ഉപാസനയുള്ള ആൾക്കാർക്ക് പോലും സുലഭമല്ല അത്. അത്രയും ദുർഘടമാണ് അത് കിട്ടാൻ. ഗയയിൽ പണ്ട് കൊണ്ടുപോയി സമർപ്പിക്കും. പക്ഷേ ഗയയിൽ വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കുന്ന ശ്രാദ്ധം 6 മാസക്കാലമാണ് അതിൻ്റെ ക്രിയ. ഇന്ന് ആരാ 6 മാസക്കാലം ചെയ്യുക? എല്ലാ ദിവസവും വ്രതമായിട്ടിരുന്നിട്ട് ആ അനന്തര അവകാശി മകനോ ആരാച്ച 6 മാസക്കാലം പൂജിച്ചിട്ടാണ് ഭഗവാനിൽ ലയിപ്പിക്കണത്. അല്ലാണ്ട് ഇന്നത്തെ മാതിരി ഫ്ലൈറ്റ് എടുക്കുക, പോവുക, അരമണിക്കൂർ കൊണ്ട് പൂജ കഴിക്കുക, ആ ഗയയിൽ പോയി ഒക്കെ സമർപ്പിച്ചു, എല്ലാം കഴിഞ്ഞു, ഞങ്ങളിനി ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് 80 വയസ്സ് വരെയും 100 വയസ്സ് വരെയും കഴിക്കേണ്ട ഭക്ഷണം ഇന്ന് രാത്രി ആരെങ്കിലും തൊണ്ടയിലേക്ക് കുത്തിത്തിരിക്കി തന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് എല്ലാ കാലത്തേക്കുള്ള ശ്രാദ്ധം ഇന്ന് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഇതിലും വലിയൊരു മണ്ടത്തരം വേറെയില്ല. കാശുണ്ടാക്കാൻ വേണ്ടി പലരും പലതും പറയും. ബുദ്ധി ഉപയോഗിക്കുക, സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. പിതൃക്കൾക്ക് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ അവരാദ്യം നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഒരു വംശവൃദ്ധി ഉണ്ടാവുക എന്നുള്ളത് പിതൃക്കളുടെ മോക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വെറുതെ ശ്രാദ്ധം മാത്രമല്ല, മക്കൾ ഉണ്ടാവുക, അതിനുശേഷം അവരുടെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിനുവേണ്ടി പിതൃക്കളെ പൂജിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് വളരെ ശ്രദ്ധാപൂർവം ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ശരി നമ്മുടെ കർമ്മയോഗം കൊണ്ട് നമുക്ക് സന്തതി പരമ്പരകളില്ലെങ്കിൽ അത് നമ്മുടെ കർമ്മയോഗമാണ്, അതൊരു വിഷയമല്ല. പക്ഷെ നമ്മളതിന് ശ്രമിക്കാണ്ടിരുന്നു. പലവരും മക്കളെ വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട്. ഇപ്പം പല സമയത്തും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പലരും ജാതകം അയച്ചു തരും, മക്കൾക്ക് കുട്ടികളില്ല, ഓസ്ട്രേലിയയിലാണ്, അമേരിക്കയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തരും. ഈ ജാതകം നോക്കുമ്പോൾ ഇത് അയച്ചു തരുന്ന ഈ അച്ഛനും അമ്മയാണ്. ഇവരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റില്ല പല കാര്യങ്ങളും. കാരണം മക്കൾ അങ്ങനത്തെ പണിയാണ് ചെയ്യണത്. ജാതകം തന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സമ്പൂർണ്ണ ജീവിതം നമ്മുടെ മുന്നിൽ പിന്നെ തുറന്നു കിടക്കണം. ആ വ്യക്തിക്ക് പിന്നെ ഒന്നും ഒളിക്കാൻ പറ്റില്ല, ഒന്നും ഒളിക്കാനില്ല. ചെറുപ്രായങ്ങളിൽ തന്നെ, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രഗ്നൻസി ഉണ്ടായിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് പിന്നീട് കുട്ടികൾ വേണമെന്നുള്ള സമയത്ത് കുട്ടികളില്ലാണ്ടാവണ അവസ്ഥ വരുന്നത്. പരദേവതയെ പൂജിക്കില്ല, സർപ്പത്തെ പൂജിക്കില്ല, ഒന്നും ചെയ്യില്ല. ഒക്കെ കാരണവന്മാരുണ്ടാക്കി വെച്ച ഏടാകൂടങ്ങളാണെന്നാണ് പറയുന്നത്.
പരദേവതയെ ആവാഹിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കണവരുണ്ട്. പരദേവത നമ്മുടെ ശരീരത്തിലായിരിക്കണം. പരദേവത ഒരിക്കലും ആവാഹിക്കാൻ പറ്റില്ല. ജനിതകമായിട്ട് തലമുറകളിൽ കൂടെ കടന്നു വരുന്ന ചൈതന്യമാണ് പരദേവത. ജന്മങ്ങളിൽ കൂടെ നമുക്ക് കടന്നു വരുന്ന ചൈതന്യമാണ് ഇഷ്ടദേവത. ഇത് മനസ്സിലാക്കിയ എളുപ്പമാണ് കാര്യം. ജന്മജന്മങ്ങളായിട്ട് നമ്മൾ ആരാധിച്ചു വരുന്ന, എത്ര ശരീരം മാറിയാലും, ഏത് നാട്ടിൽ ജനിച്ചാലും, എവിടെ ഏത് സാഹചര്യത്തിൽ ജനിച്ചാലും, ഏത് ദേവതയാണോ നമുക്ക് ഇഷ്ടം തോന്നുന്നത് അത് ഇഷ്ടദേവതയാണ്. അതേമാതിരി പാരമ്പര്യ ജനിതകങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രൂപം മാറി വേറെ രാജ്യത്താണ്, വേറെ രീതിയിലാണ് ജീവിക്കണം, അല്ലെങ്കിൽ വേറൊരു സമ്പ്രദായത്തിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ പൂർവീകരാരായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പൂർവീകരുടെ ജനിതകമാണ്, അവരുടെ അതേ സെൽ ഇൻഫർമേഷനാണ് നമ്മളിലുള്ളത്. നമ്മളൊക്കെ വാസ്തവത്തിലൊരു തുടർച്ച മാത്രമാണ്. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും തുടർച്ചയാണ് നമ്മൾ. നമ്മുടെ മക്കൾ നമ്മുടെ തുടർച്ചയാണ്. ആരുടെയോ തുടർച്ചയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻഫർമേഷൻ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം പോലും മാറുന്നുണ്ട്. 5 മാസം 6 മാസം പ്രായമുള്ള നമ്മുടെ ശരീരമല്ല ഇന്നത്തെ നമ്മുടെ ശരീരം. 10 വർഷം കഴിഞ്ഞ ഈ ശരീരമല്ല നമ്മുടെ ശരീരം. അതുകൊണ്ട് ഞാൻ ഈ ശരീരമാണെന്ന് പറയണതേ വിഡിത്തം. നമ്മൾ വെറും ഒരു ഇൻഫർമേഷനാണ്, ഒരറിവാണ്. അതിനാണല്ലോ നമ്മൾ DNA എന്നൊക്കെ പറയുന്നത്. ജീൻസ്, DNA എന്നൊക്കെ പറയുന്നത് ഒരു ഇൻഫർമേഷൻ്റെ ഒഴുക്കാണ് നമ്മൾ. അപ്പോൾ ഇവിടെ പഴയ കാലത്ത് പുത്രന്മാരുണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ പുത്രിമാരുണ്ടാവുക, സന്തതികൾ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം എന്താ വെച്ചാൽ പാരമ്പര്യം, സിവിലൈസേഷണൽ അറിവുകളൊക്കെ, സംസ്കാരത്തിൻ്റെ അറിവുകൾ മുഴുവൻ കടന്നു പോയിട്ടുള്ളത് ഈ രീതിയിലാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ വിലയില്ലാണ്ടായതുകൊണ്ടാണ് ഏറ്റവും അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നമുക്ക് ഭൗതികമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭഗവാൻ ഭൂമിയിൽ നടന്ന കാലത്ത് പോലും ഇല്ലാത്ത സൗകര്യങ്ങൾ നമുക്കിന്ന് ഉണ്ട്. പ്രത്യേകിച്ച് ഈ മൊബൈൽ എന്നൊക്കെ പറയുന്ന ഒരു വസ്തു ഒരു 50 60 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ലോക ചരിത്രം മാറിപ്പോയി. സെക്കൻഡ് വേൾഡ് വാർ ഒന്നും 4 കൊല്ലം 5 കൊല്ലം നിൽക്കില്ല, നീണ്ടു നിൽക്കില്ല. ഇന്നത്തെ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ലക്ഷം ജനങ്ങൾ മരിക്കില്ല, പട്ടിണി ഉണ്ടാവില്ല. മലയാളി എന്ന് തൊട്ടിട്ടാണ് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 50-60 കൊല്ലമായിട്ടേ ഉള്ളൂ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട്. ചോറ് പോലും ലക്ഷറി ആയിരുന്ന നാടാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കരുതുന്നതൊന്നുമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ വംശപരമ്പരകൾ അവരുടെ അറിവിനെ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടുപോയിട്ട് പ്രകൃതിയോട് പടവെട്ടി പിടിച്ചു നിന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ രാജവംശങ്ങളിലൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. നമ്മൾ ബ്ലഡ് ലൈൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ ബ്ലഡ് ലൈൻ എന്ന് പറയും, രക്തത്തിൻ്റെ തുടർച്ച. ഈ ബ്ലഡ് ലൈൻ കറക്റ്റാക്കി വയ്ക്കാൻ ശ്രമിക്കും, ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കേൾക്കുമ്പോൾ പറയും, ഓ അത് ജാതീയതയായിരുന്നു എന്ന് പറയും. ജാതീയത അല്ലാതെ ജീൻ പൂൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ ബ്ലഡ് ലൈനുകളിൽ ഉണ്ടായിരുന്നത്. അതല്ലേ ചില രാജവംശങ്ങൾ കേരളത്തിൽ വേറെ ഒരു പർട്ടിക്കുലർ രാജകുടുംബത്തിന് മാത്രമേ ദത്തെടുക്കുള്ളൂ. പബ്ലിക്കലി എനിക്ക് പറയാൻ നിർവാഹമില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. വേറെ ഒരു കുടുംബത്തിൽ നിന്ന് അവർ ദത്തെടുക്കില്ല. ഈ ബ്ലഡ് ലൈൻ സംരക്ഷിക്കലാണ് വിദേശത്തും നമ്മുടെ നാട്ടിലും എല്ലാ കാലത്തും എല്ലാ ഭരണകേന്ദ്രങ്ങളും ചെയ്തിരുന്നത്. എല്ലാ സമ്പ്രദായങ്ങളിലും ഈ ബ്ലഡ് ലൈനിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. ഈ ബ്ലഡ് ലൈൻ ബ്രേക്കായ മഹാഭാരത യുദ്ധം ഉണ്ടാവും. ഭാരതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കാണാം, ബ്ലഡ് ലൈൻ എപ്പോൾ ബ്രേക്കായോ, ജനിതകം എപ്പോൾ കുഴപ്പത്തിലായോ അന്ന് മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്ത് വധിച്ചു. അത് വ്യാസമഹർഷി വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭീഷ്മരുടെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞാണത്. ആ ബ്ലഡ് ലൈൻ ബ്രേക്കാവാൻ കാരണം അങ്ങയുടെ ശപഥാണെന്നവർ. അങ്ങ് സ്വന്തം അച്ഛൻ്റെ കാമാവേശത്തിന് കൂട്ടുനിന്നു, പുത്രധർമ്മം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങയുടെ യഥാർത്ഥ ധർമ്മം ജനങ്ങളോടായിരുന്നു. ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം ജനങ്ങളോടാണ്. ആ ജനങ്ങളോടുള്ള കർത്തവ്യം മറന്നിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കാൻ നിന്നതുകൊണ്ടാണ് ഈ മഹായുദ്ധം ഉണ്ടായത്. അങ്ങ് രാജാവുകയും അങ്ങയ്ക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാവുകയായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം ഉണ്ടോ? ഈ കഥാപാത്രങ്ങളൊക്കെ വരുമോ? ആരും വരില്ല. എനിക്കും ഇതിനിറങ്ങി പുറപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നു പറഞ്ഞു ഭഗവാൻ. ഇത്ര സത്യം എന്ന് ആലോചിച്ച് നോക്കും. ഒന്ന് പുറകെ പോയിട്ട് ആലോചിച്ച് നോക്കൂ. അത് ഭീഷ്മരുടെ രാജ്യഭരണവും ഭീഷ്മരുടെ മക്കൾ വരുന്നെങ്കിൽ അവിടെ നിങ്ങോട്ടുള്ള ധൃതരാഷ്ട്രാദികളൊന്നും ഉണ്ടാവില്ല, അല്ലേ? കഥയെ മാറിപ്പോയി. അതാ ബ്ലഡ് ലൈനുകളുടെയാണ്. ഇപ്പം ഞാനിന്ന് ഈ അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും ഭയങ്കര പ്രശ്നമാണ്. ആരും അതിൻ്റെ യാഥാർത്ഥ്യം ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള പോലെ പഴയ കാലത്ത് ജാതിയുടെ ബുദ്ധിമുട്ട് ഏറ്റവും അനുഭവിച്ചവരാണ് ഇന്ന് ജാതി ഏറ്റവും കൂടെ പൊക്കിപ്പിടിച്ച് കുഴപ്പത്തിലാക്കിക്കൊണ്ട് നടക്കുന്നത്. അത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല.
നമുക്കിതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയി ഒറ്റക്കെട്ടായിട്ട് നിന്നാലല്ലാണ്ട് ഈ ധർമ്മത്തിനെ രക്ഷിക്കാൻ പറ്റില്ല. തല്ലുകൂടി ഇരുന്നാൽ നശിക്കുകയുള്ളൂ, ഒരു സംശയമില്ല അതിൽ. അതിനുള്ള വിത്തൊക്കെ വിതച്ചു കഴിഞ്ഞു. ഇപ്പം പോലും അതിൻ്റെ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യങ്ങളെ മാനിക്കാൻ വരുന്ന തലമുറ എന്തെങ്കിലും ഒരു രീതിയിൽ പഠിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞ എല്ലാ പഴയ കാര്യങ്ങളെയും മോശത്തിനും കെട്ടിപ്പിടിച്ചിരിക്കണം എന്നല്ല പറഞ്ഞു. ജനിതകത്തിനോടൊരു നന്ദി ഉണ്ടായിരിക്കണം. യു ഷുഡ് ബി താങ്ക്ഫുൾ ടു ജെനറ്റിക്സ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ വംശങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. അത് ഏത് രീതിയിലാണെങ്കിലും ശരി. അതിപ്പോൾ ഭരണവർഗം അല്ലെങ്കിൽ അധികാരി വർഗം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൃതവീരൻ്റെ അച്ഛൻ അതുകൊണ്ടാണ് വിഷമിക്കുന്നത്. തനിക്ക് തൻ്റെ വംശം കുറ്റിയേറ്റ് പോവോ. കാരണം വംശം നിലനിന്നാൽ മാത്രമേ, ശരീരം പോയി കഴിയുമ്പോൾ അതിന് ആ പുതിയ പുതിയ പിതൃക്കൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഓരോ മരണം നടക്കുമ്പോഴും പുതിയൊരു പിതൃ ജനിക്കുകയാണ്. നമ്മൾ ശ്രാദ്ധത്തിന് പിണ്ടശ്രാദ്ധം ചെയ്യുമ്പോൾ 16-ാമത്തെ ദിവസം ആ മന്ത്രത്തിൽ വരും, മരിച്ച നക്ഷത്രം പറയുമ്പോൾ മരിച്ച നക്ഷത്രം എന്നല്ല പറയുക, ഇന്ന നക്ഷത്രത്തിൽ ജാതപ്രേതം എന്നാണ് പറയുക. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച പ്രേതം. അതിന് കുഞ്ഞു പോലെ അതിന് കയ്യും കാലും ഒക്കെ ഒന്ന് നേരായി വരണേ ഉള്ളൂ. അതാണ് ഈ 16 ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഓരോ പിണ്ടം വെച്ചിട്ട് അതിനൊരു പൂർത്തി ഉണ്ടാക്കി കൊടുക്കും. അപ്പം നല്ലൊരു സന്ദർഭം. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഒന്ന് ചുരുക്കി പറഞ്ഞത്. അപ്പം കൃതവീരൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്നിട്ട് കയ്യിലൊരു പുസ്തകം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ എപ്പോഴും സിംബോളിക്കായിരിക്കും. സ്വപ്നത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കണം എന്നാണ്. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കണം. വാസ്തവത്തിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന പല കാര്യങ്ങൾ പോലും അബദ്ധം. എന്നിട്ടത് വേറൊരാളോട് പറയും, ഞാൻ കണ്ടതാ എന്ന് പറയും. ദേവീഭാഗവതത്തിൽ താൻ കണ്ടതല്ലേ സത്യം പറ എന്ന് പറഞ്ഞിട്ടൊരു സത്യം മാത്രം പറയുന്ന ഒരാളുടെ അടുത്ത് ഈ ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാം സത്യം പറഞ്ഞാൽ വലിയ അപകടമാണ്, എന്നാൽ സത്യം പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ഉത്തരം പറയും. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉത്തരം അത്. കാണുന്ന കണ്ണിന് പറയാൻ പറ്റില്ല, പറയണ നാക്ക് കണ്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ കണ്ടതാണ് പറയണമെന്ന് പറഞ്ഞാൽ എന്താ സത്യം? കാണുന്ന കണ്ണിന് പറയാൻ പറ്റില്ല, പറയണ നാക്ക് കണ്ടിട്ടുമില്ല. അതിന് കാഴ്ചശക്തി ഇല്ലല്ലോ, നാക്കിന് കാഴ്ചശക്തി ഇല്ലല്ലോ. അപ്പോൾ ഈ ലോകത്തിൽ എന്താണ് സത്യം? സത്യം എന്നൊന്ന് ഇല്ല. അത് അനുഭവിക്കാനേ പറ്റൂ. അതൊരൊറ്റൊന്നേ ഉള്ളൂ. അത് നമ്മുടെ അകത്തുള്ള ചൈതന്യം മാത്രമാണ്. അത് പുറമേക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഭാഗവതഹംസത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഞാനും ദിവാരേട്ടനും കൂടെ കാണുമായിരുന്നു. പഴയൊരു ഇൻ്റർവ്യൂ. അതിൽ ഏഷ്യാനെറ്റിലൊരു ഇൻ്റർവ്യൂയുടെ റെക്കോർഡിങ് അത്. അതിലിങ്ങനെ പറയുക, അദ്ദേഹം പരോക്ഷമായിട്ടുള്ള ജ്ഞാനമുണ്ട്, അപരോക്ഷമായിട്ടുള്ള ജ്ഞാനമുണ്ട്. കാണാവുന്ന അറിവുകൾ അത് നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷേ അപരോക്ഷ ജ്ഞാനമാണ് ഈശ്വരൻ. അത് പഠിച്ചെടുക്കാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. പഴയ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ അദ്ദേഹം പറയണത്. പക്ഷെ ആ പറയണതിൽ ആ ചാറുണ്ടല്ലോ, ആ തേൻ പോലുള്ള വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് വേണമെങ്കിൽ വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അന്ന് 84 വയസ്സ് 85 വയസ്സുള്ള കാലത്ത് എടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അത്. സത്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ കൃതവീരൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൃതവീരൻ ചിന്തിക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ അച്ഛൻ ഇത്ര വർഷമായിട്ട് അച്ഛനെ കണ്ടിട്ടില്ല, കണ്ണൊക്കെ നിറഞ്ഞു, ഉറക്കത്തിൽ കരയുക, സ്വപ്നത്തിൽ കരയും, അച്ഛനെ കെട്ടിപ്പിടിക്കാൻ പോണു. അപ്പം അച്ഛൻ പറയാണ്, നിനക്ക് കുട്ടികളുണ്ടാവാൻ ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ, പക്ഷേ എനിക്കൊരു മാർഗം കണ്ടില്ല. അപ്പോഴാണ് ഞാൻ നാരദ മഹർഷിയെ കണ്ട്. നാരദ മഹർഷി എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രഹ്മദേവനെ പോയി കാണാൻ. ഓർമ്മയുണ്ടാവണം, ഇന്നലെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മദേവനെ ഞാൻ പോയി കണ്ടു. ബ്രഹ്മദേവൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഞാൻ ചുരുക്കി പറയാം. സങ്കടഹാര ചതുർത്ഥി വ്രതം നീ അനുഷ്ഠിച്ചാൽ മതി. അതൊരു വർഷക്കാലം അനുഷ്ഠിക്കണം. അതിന് വേണ്ട വിധികളൊക്കെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ പുസ്തകം കൊടുത്തു. സ്വപ്നത്തിൽ ആ പുസ്തകം കൊടുക്കും. അങ്ങനെ സ്വപ്നത്തിൽ പുസ്തകം കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുസ്തകം കിട്ടി, അച്ഛൻ വഴി പറഞ്ഞു തന്നുള്ള ആശ്വാസമൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല. അദ്ദേഹത്തിന് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ് സങ്കടം. അതിൻ്റെ സങ്കടം, അച്ഛൻ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടം ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം ഏങ്ങിയിട്ട് കരഞ്ഞുകൊണ്ടാണ് എണീക്കണത്. അപ്പോൾ പട്ടാളക്കാരൊക്കെ ഓടി വന്നിട്ട് ചോദിക്കും, മഹാരാജാവേ എന്താ പറ്റിയത്? അപ്പോൾ പറയും, അല്ല ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ആരാ കരയാത്തത്?
അതുകൊണ്ട് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കണ്ണൊക്കെ തുടച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും മന്ത്രിമാർ വിവരം അറിഞ്ഞു വന്നു. എന്തിനാ അങ്ങ് കരയണത്? എന്താണെങ്കിലും അങ്ങ് കുളിച്ച് തയ്യാറായിട്ട് ജപമൊക്കെ കഴിഞ്ഞിട്ട് വരൂ, നമുക്ക് സഭയിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. അദ്ദേഹം വേഗം അന്നത്തെ പ്രാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് സഭയിലേക്ക് എഴുന്നള്ളി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. അച്ഛൻ ഇങ്ങനൊരു വ്രതത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിച്ചു. വളരെ വിശേഷമായിട്ടുള്ള വ്രതമാണ്, ഗണപതി ഭഗവാന്റെ വ്രതമാണത് എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ വ്രതവിധികളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ എനിക്കൊരു പുസ്തകം തന്നു. സ്വപ്നത്തിൽ ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ പുസ്തകം എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് വലിയ വിഷമമുണ്ടായി. ഈ അറിവൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ രാജാവിൻ്റെ ലൈബ്രറിയൻ ഒരു ഗണേശപുരാണ പുസ്തകം എടുത്തിട്ട് വരുന്നു. ആ ഗണേശപുരാണ പുസ്തകത്തിൽ നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. അതിൽ കൃതവീരൻ്റെ കഥയുണ്ട്, സങ്കടഹാര ചതുർത്ഥയുടെ കഥയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ അത്ഭുതം, അപ്പം നടക്കണ കാലത്ത് എങ്ങനെയാണ് അവിടെ ഒരു പുസ്തകത്തിൽ ആ കഥ ഉണ്ടാവുക? ഇപ്പം നമ്മൾ പറയാണ് വള്ളിയൂർ ഗണേശപുരാണ യജ്ഞം നടക്കണു എന്നിപ്പോൾ ഒരാൾ വരുന്ന പണ്ട് ഇവിടെ നടന്നു. അന്ന് നിലത്ത് ഇങ്ങനെ രവിശങ്കർ ഇരുന്നു, ലക്ഷ്മി ഇരുന്നു, അല്ലെങ്കിൽ ചേച്ചി ഇരുന്നു, ചേച്ചി ഇരുന്നു, അല്ലെങ്കിൽ ഇവർ ഓരോരുത്തരും നിങ്ങളൊക്കെ ഇരിക്കണ കസേരകളുടെ കണക്ക് വരെ ചേട്ടൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ലൈവിന് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഇരിക്കുന്നതിൻ്റെ ക്രമം അടക്കം കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇതിൻ്റെ വൈചിത്ര്യം. ഓരോ കലിയുഗത്തിലും ഈ ദിവസത്തിൽ നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ടിട്ടുമുണ്ട്. ആരൊക്കെ ഇതിപ്പോൾ ലൈവിൽ കണ്ടോ അവരും ഇരുന്ന് കേട്ടിട്ടുണ്ട്. സമയത്തിനെ മനസ്സിലാക്കുന്നതിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ആധുനിക കാലത്ത് ഐൻസ്റ്റൈൻ്റെ തിയറികൾ പലതും ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സമയം ചാക്രികമാണ് എന്ന് പറഞ്ഞു, സമയം സൈക്ലിക്കലാണെന്ന്, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര കലിയുഗങ്ങൾ കഴിഞ്ഞു നമുക്കറിയില്ല. ശ്രീരാമസ്വാമിയുടെ മുദ്രമോതിരം എടുക്കാൻ പാതാളത്തിൽ പോയ ഹനുമാൻ മുദ്രമോതിരങ്ങളുടെ ഒരു കൂമ്പാരം കണ്ടു. വാസുകി പറഞ്ഞു അതിലേതാച്ചാ എടുത്തോളൂ എന്ന്. ഇതെന്താന്ന് ചോദിച്ചു. അതല്ല, ഓരോ ത്രേതായുഗത്തിലും രാമൻ്റെ മോതിരം പാതാളത്തിലേക്ക് വീഴും, അതെടുക്കാൻ ഒരു ഹനുമാനും വരാറുണ്ട്. അന്ന് വീണ മോതിരങ്ങളാണ്, ഇതിന് മുമ്പുള്ള യുഗങ്ങളിലൊക്കെ വീണ മോതിരമാണെന്ന് പറഞ്ഞു. ഒരു കൂന പർവ്വതം പോലെ. അപ്പോൾ എത്രയോ യുഗങ്ങൾ കടന്നുപോയി നാം അല്ലേ? അതേപോലെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഗണേശപുരാണത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് മുഴുവൻ. അപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അദ്ദേഹം ഉടനെ അതെടുത്ത് മറിച്ചു നോക്കിയപ്പോൾ അതിൽ ഈ സങ്കടഹാര ചതുർത്ഥിയുടെ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് വിസ്തരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുള്ള കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം ഉടനെ തന്നെ പണ്ഡിതന്മാരുടെ അടുത്ത് അത് വ്യാഖ്യാനിച്ച് പറയാൻ പറഞ്ഞു. അവരത് വൃത്തിയായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞു. ആ ഭാഗം നമ്മൾ നേരത്തെ കേട്ടു. അതിലാണ് ആ മന്ത്രങ്ങളൊക്കെ ചിലരുടെ കേട്ടത്. ഭഗവാന്റെ വ്രതം എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അനുഷ്ഠിക്കണം, എന്തൊക്കെ മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കണം, എന്തൊക്കെ നേദ്യങ്ങൾ കൊടുക്കണം, ആ വ്രതം എങ്ങനെ അവസാനിപ്പിക്കണം, ഒരു വർഷക്കാലം അത് എങ്ങനെ അനുഷ്ഠിക്കണം, അതിനുശേഷം വ്രതത്തിനെ എപ്പോഴും നമ്മൾ ഉദ്യാപനം ചെയ്യണം, ഉദ്വസിക്കണം വ്രതത്തിനെ. ഏകാദശിയൊക്കെ 12 കൊല്ലം അനുഷ്ഠിച്ചിട്ട് കാലം കൂട്ടുക പറയും പണ്ടത്തെ കാലത്ത്. അങ്ങനെ കാലം കൂട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കേരളത്തിൻ്റെ പുറത്തതിനെ ഉദ്യാപനം എന്നാണ് പറയുക. അനന്ത ചതുർദശി വ്രതം, പ്രദോഷ വ്രതം, ഏത് വ്രതത്തിനും ഒരു നിശ്ചിത കാലയളവിന്. പ്രദോഷം ഇപ്പോൾ ശ്രാവണ മാസത്തിൽ നമ്മുടെ കേരളത്തിലില്ല. ശ്രാവണ മാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയും ദിവസം രാവിലെ രുദ്രം ചൊല്ലിയിട്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യും വീടുകളിൽ. നോർത്തിലൊക്കെ, കർണാടകത്തിൽ പോലും ഉണ്ട്. അതിനെ രുദ്രാഭിഷേക വ്രതം എന്നാണ് പറയുക. അതിൻ്റെ അവസാനത്തെ ദിവസം ഹോമത്തോടു കൂടിയിട്ട്, രുദ്രഹോമത്തോടു കൂടി ഈ എന്താ പറയുക, അന്നദാനമൊക്കെ കൊടുത്ത് ജപം ചെയ്ത് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, കർണാടകക്കാരനാണ്. ഞാൻ പല പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥ പറയാറുണ്ട്. സന്ദീപിൻ്റെ അച്ഛൻ ഇത് ചെയ്തിരുന്നത് പുനരാരംഭിക്കാനും 11 വർഷം അത് മുടങ്ങാണ്ട് നടത്താനും അത് ഉദ്യാപനം ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പറയാൻ അവരൊക്കെ ഇന്ന് നഗരത്തിൻ്റെ തിരക്കുകളിൽ ജീവിക്കണവരാ. എന്നിട്ട് പോലും അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ നടത്തി 11 കൊല്ലം അത് ഉദ്യാപനം ചെയ്യിപ്പിക്കുക പറയും. ഒരു വ്രതം വെറുതെ ചുമ്മാ ഇന്ന് ഏകാദശി എന്നാൽ അന്ന് അങ്ങോട്ട് വ്രതം എടുത്തരാം, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു സങ്കല്പവും ഒരു ചിട്ടയും ഒരു കണക്കും ഒക്കെ വേണം അതിന്. പറ്റുമ്പൊക്കെ എടുക്കും പറയും ചിലർ വ്രതം. കുഴപ്പമില്ല, തെറ്റല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ചിട്ടയിലെടുത്ത് നോക്കൂ. ഞാൻ ഒരു 3 ഏകാദശി അടുപ്പിച്ചെടുക്കും.
അല്ലെങ്കിൽ ഞാനൊരു 11 ഏകാദശി അടുപ്പിച്ചെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1 വർഷം വട്ടവർ ഒരു ക്രമം വെച്ച് നോക്കും. നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു ബലവും ഒരു നിശ്ചയദാർഢ്യവും ഒരു ലക്ഷ്യബോധവും ഒക്കെ തന്നെ വരും. വ്രതങ്ങൾ അതിനാണ്. വ്രതങ്ങളുടെ ഉദ്ദേശം തന്നെ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, 3 ഊർജ്ജങ്ങളെ രക്ഷിക്കാനാണ്. അല്ലാണ്ട് കുറേ ജപിച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഈ പറയണ 3ഉം സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നതാണ് മനുഷ്യന് ഊർജം. ഭക്ഷണം അമിതമായി കഴിച്ചിട്ട് അത് ദഹിപ്പിക്കാനാണ് പിന്നെ ഊർജ്ജം നഷ്ടപ്പെടുന്നത്. ലൈംഗികമായിട്ടുള്ള പ്രവർത്തികൾക്കാണ് പിന്നെ ഊർജ്ജം നഷ്ടപ്പെടുന്നത്. ഈ 3 ഊർജ്ജത്തിനെ ആധ്യാത്മിക ഊർജ്ജമാക്കി മാറ്റാം. അതാണ് എല്ലാ വ്രതങ്ങളുടെയും ലക്ഷ്യം. ഇതിൻ്റെ നേർസാക്ഷിയാണ് മഹാദേവൻ. ഭഗവാനിൽ ഈ 3 ഊർജ്ജങ്ങൾ ഒരു തുള്ളി പോലും നഷ്ടപ്പെടുന്നില്ല. അതാണ് ഭഗവാൻ എത്ര ശക്തി. എത്രയോ ലക്ഷം കോടി വർഷങ്ങളായിട്ട് ആ ഊർജ്ജത്തെ മുഴുവൻ സംഭരിച്ചു വെച്ചിരിക്കുക. ഭഗവാൻ ഒന്നും കഴിക്കില്ല. ഭഗവാൻ ഭക്ഷണമേ കഴിക്കുന്നില്ല. ഭഗവാൻ സംസാരിക്കുന്നേ ഇല്ല. ശിവൻ്റെ ശബ്ദം കേട്ടവരാരുമില്ല പറയാറുണ്ട് ഞാൻ. വളരെ അപൂർവമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുക. സംഭാഷണം അങ്ങനെയാണ്, അകത്തുനിന്ന് അകത്തേക്കാണ്. അങ്ങനെയാണ്. ശബ്ദമായിട്ട് പോലും വൈഖരിയായിട്ട് പോലും കളയില്ല. ബ്രഹ്മചാരിയുമാണ്, ഊർധ്വരേതസ്സാണ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ വ്രതത്തിൻ്റെ ഉദ്ദേശം അതാണ്. അങ്ങനെ വ്രതം ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന 3ഉം സംരക്ഷിച്ചിട്ടുകൊണ്ട് ഇതിൽ പറയുന്നത് പോലെ ഉള്ള വ്രതം, അതിൽ പീഠപ്രതിഷ്ഠ, ധ്യാനം, ആസനം, ആവാഹനം, പാദ്യം, അർഘ്യം, അതുമാതിരി 16 ഉപചാരങ്ങളെല്ലാം കൊടുക്കലും, അതിനുശേഷം ഭഗവാനെ സഹസ്രനാമാദികളോടൊക്കെ കൂടിയിട്ട് അർച്ചന പ്രസന്ന പൂജയൊക്കെ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് അതിനുശേഷം കർപ്പൂര ദീപം കൊണ്ടുള്ള നീരാജനത്തെ അവരെ കൊടുത്ത് ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ വിശേഷമായിട്ട് ഒരു സ്ഥലത്ത് ഭഗവാന്റെ 21 ഒറ്റക്കറുക എടുത്തിട്ട് അർച്ചന കഴിക്കാനുള്ള മന്ത്രങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതാണ് ആചാര്യൻ നേരത്തെ ചൊല്ലിയത്. അവിടെ എങ്ങനെയാണ് പറയുക വെച്ചാൽ, ഗണാധിപ, ഉമാപുത്ര, അഘനാശന, ഏകദന്ത, ഇഭവക്ത്ര, മൂഷകവാഹന, വിനായക, ഈശപുത്ര, സിദ്ധിപ്രദായക, ലംബോദര, വക്രതുണ്ട, മോദകപ്രിയ, വിഘ്നവിധ്വംസക, വിശ്വവന്ധ്യ, അമരേശ്വര, ഗജകർണ, പിന്നെ ബാലചന്ദ്ര, പരശുധര, വിഘ്നാധിപ, ഇങ്ങനെ സർവവിദ്യാപ്രദായക എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് ഗണപതി ഭഗവാനെ പൂജിക്കുക. 21 കറുക കൊണ്ട് ഭഗവാനെ പൂജിക്കുന്ന മന്ത്രത്തിൻ്റെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ മലയാളം വ്യാഖ്യാനം 2 വോളിയം മൂലവും വ്യാഖ്യാനമായിട്ടുള്ളത് അവിടെ ബുക്ക് സ്റ്റാളിലുണ്ട്, വാങ്ങാവുന്നതാണ്. മലയാളത്തിൽ എൻ്റെ അറിവിലിപ്പോൾ മര്യാദയ്ക്ക് ഒരു സമഗ്രമായിട്ടുള്ള ഏക വ്യാഖ്യാനം ഈ ഇദ്ദേഹത്തിൻ്റെ ഗണേഷ് കെ പെരുമാളിൻ്റെ വിവർത്തനത്തോട് കൂടിയിട്ടുള്ള ഗണേശപുരാണമാണ്. 2 വോളിയം. അത് അവിടെ ബുക്ക് സ്റ്റാളിലുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ വളരെ വിസ്തരിച്ചിട്ട് എങ്ങനെയാണ് ഈ സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഭഗവാനെ സ്തുതിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അന്നദാനം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശക്കണവർക്ക് ഭക്ഷണം കൊടുക്കണം, ബ്രാഹ്മണർക്കും കൊടുക്കണം, അഗതികൾക്കും കൊടുക്കണം. അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം അവശേഷിച്ചിട്ടുള്ള എന്ത് ഭക്ഷണം ഉണ്ടോ അതിന്ന് വെറും 7 ഉരുള മാത്രമേ കഴിക്കാവൂ. വ്രതം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വെട്ടി ഒഴുങ്ങരുത്. മനസ്സിലായില്ലേ? നമ്മുടെ വ്രതങ്ങളൊക്കെ അങ്ങനെയുള്ളത്. നമ്മുടെ നാട്ടിൽ അന്നാഹാരം കഴിക്കാൻ പാടില്ല, പറഞ്ഞിട്ട് ചോറ് കഴിക്കില്ല. എന്നിട്ട് ഗോതമ്പ് അങ്ങോട്ട് ടണ്ണ് കണക്കിന് ചപ്പാത്തി, 10-15 ചപ്പാത്തി, അല്ലേ, ഇങ്ങനെ തിന്ന് വയറ് നിറയ്ക്കുക എന്നുള്ളതാണ് എല്ലാ വ്രതങ്ങളുടെയും ലക്ഷ്യം. അന്നത്തെ ദിവസം ചോറ് വെക്കേണ്ടത് മാത്രം. അന്നാഹാരം പാടില്ല പറഞ്ഞാൽ ധാന്യമായിട്ടുള്ള ഒന്നും പാടില്ല എന്നാണ്. അന്നം എന്ന് പറഞ്ഞാൽ ലിംഗരൂപിയാണ്, ശിവലിംഗ രൂപമാണ് ഓരോ അന്നത്തിനും. അത് ചോറ് എന്നർത്ഥമല്ല. പഴോ പാലോ ജലോ ഇനി നിരാഹാരോ വായുവോ എന്താച്ചാൽ അതിനെ അങ്ങനെ കൊണ്ടുവരണം എന്നാണ്. ചാടിക്കേറിയിട്ട് ശരീരത്തിനെ ക്ലേശിപ്പിക്കരുത്. ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ഒരു നേരം ആവശ്യത്തിന് ആഹാരം കഴിക്കുക. പിന്നെ ആ ആഹാരത്തിനെ ഉപേക്ഷിച്ചിട്ട് പഴങ്ങൾ മാത്രമാക്കി നോക്കുക. പിന്നെ അത് ഉപേക്ഷിച്ച് പാല് മാത്രമാക്കി നോക്കുക പറ്റുമെങ്കിൽ. പിന്നെ ജലം മാത്രമാക്കി നോക്കുക. കാരണം മെല്ലെ ശരീരത്തിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. വലിയ വ്രതങ്ങൾ എടുക്കണേന് അന്നത്തെ ദിവസം തലേന്ന് വരെ വയറ് നിറച്ച് തിന്നിട്ട് അന്നത്തെ ദിവസം കഴിക്കാൻ നിൽക്കരുത്. എപ്പോഴും ആ വ്രതം വരണ ദിവസത്തിന് ഒരു 3 ദിവസം മുമ്പ് തന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരണം. ശരീരത്തിന് ഒരു ലാൻഡിങ്ങിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ വ്രതം സ്വന്തം ശരീരത്തിനെ ദ്രോഹിക്കലാണ്. അതുപോലെ ഞാൻ വ്രതത്തിലാണ് നിങ്ങളും കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോടോ ഭാര്യയോടോ പറയരുത്. ഇതിൽ പരം ഒരു ദ്രോഹം വേറിയില്ല. നമ്മുടെ ഉപാസന കൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുത് വീട്ടിൽ. അവർ കളിയാക്കാം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കർമ്മം അവരനുഭവിക്കണം. നമ്മൾ ഈ ജന്മത്തിലേ കണ്ടിട്ടുള്ളൂ. 20 വയസ്സിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഭാര്യ ആരെയും കണ്ടിട്ടുണ്ടാവില്ല.
നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് 20 വയസ്സിന് മുമ്പ് അറിയണ്ടാവില്ല, അല്ലെങ്കിൽ 15 വയസ്സിന് മുമ്പ് അറിയണ്ടാവില്ല. ഇന്നിപ്പോൾ അവർ നിങ്ങളുടെ പൂർവ്വകാലത്തേക്ക് സമയത്തിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ പുറകെ വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കമൻ്റ് അടിക്കാൻ പറഞ്ഞ ഏതോ ഒരുത്തരാണെന്നേ വിചാരിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയുപോലുമില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. നമ്മളിന്ന് നമുക്ക് അറിയുമെന്ന് പറയണവരെ ഒന്നും നമുക്ക് വാസ്തവത്തിൽ അറിയില്ല. ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവാനും പോകില്ല. നമ്മൾ കഴിച്ചാലേ നമ്മുടെ വയറും അറിയുള്ളൂ, നമ്മൾ ഉപാസിച്ചാൽ നമുക്കുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കുറേ വിഷയങ്ങളാണ്. ഇതൊക്കെ അടിസ്ഥാനമാണ്. ഏത് വ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. എന്താണെങ്കിൽ ഈ സംകഷ്ട ചതുർത്ഥിയുടെ മാഹാത്മ്യം അപ്പോൾ കൃതവീര്യൻ്റെ അച്ഛൻ ബ്രഹ്മാവിനോട് ചോദിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കഥകളൊക്കെ വീണ്ടും ആവർത്തിക്കും കുറച്ച് നേരത്തേക്ക്. ശൂരസേനൻ്റെ അവിടുന്ന് വീണ്ടും ഇനി ഇന്ദ്രൻ്റെ വിമാനം പൊക്കാൻ വേറൊരാളാണ് വരിക. ഇപ്പോൾ കഥയിൽ നേരത്തെ കണ്ട ആളല്ല വരിക. ഇപ്പോൾ വേറൊരാളുടെ കഥാപാത്രം ഇപ്പോൾ രംഗപ്രവേശം ചെയ്യും. അപ്പോൾ ചോദിക്കും, ഭൂമിയിൽ ഇത് ആരാണ് ആദ്യം അനുഷ്ഠിച്ചത്, എങ്ങനെയാണ് ഇത് ലോകത്തിന് അറിഞ്ഞത്, ഇതിൻ്റെ പുണ്യം എന്താ, ഇതിൻ്റെ ഫലം എന്താ, ഇതൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് വീണ്ടും പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്, ഇപ്പോൾ വീണ്ടും പറയാം. പണ്ട് സുബ്രഹ്മണ്യസ്വാമി വീട് വിട്ടുപോയി, പഴം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലേ? വീട് വിട്ടുപോയി. കുട്ടി എവിടെ പോയി എന്നറിയില്ല. അമ്മയ്ക്ക് വലിയ സങ്കടമായി. അമ്മ ഇരുന്ന് കരയാൻ തുടങ്ങി, മകനെ കാണാനില്ല. ആ സമയത്ത് മഹാദേവൻ പറഞ്ഞു, ഉമേ നീ 4 മാസങ്ങളിൽ ഈ സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു. എന്ത് ഘോര സങ്കടം ഉണ്ടെങ്കിലും അതിന് രക്ഷപ്പെടാനാണ് ഈ വ്രതം ഗണപതിക്ക്. അങ്ങനെ 4 മാസം അമ്മ നിഷ്ഠയായിട്ട് ആ വ്രതം അനുഷ്ഠിച്ചപ്പോൾ 5-ാമത്തെ മാസത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ അമ്മ കണ്ടു എന്നാണ് പറയണം. അതേപോലെ അഗസ്ത്യ മഹർഷി ഈ വ്രതം അനുഷ്ഠിച്ചപ്പോൾ 3-ാമത്തെ മാസത്തിൽ സമുദ്രത്തിലെ ജലം കുടിച്ചു വറ്റിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സമുദ്രത്തിലെ ജലം കുടിച്ചു വറ്റിക്കേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ആ കഴിവുണ്ടായത് എന്നാണ് പറയണത്. അതേപോലെ തന്നെ നളനെ നഷ്ടപ്പെട്ടു ദമയന്തിക്ക്. ദമയന്തി ഇതേപോലെ 6 മാസങ്ങൾ അനുഷ്ഠിച്ചപ്പോൾ നളൻ ഋതുവർണ്ണ രാജാവിൻ്റെ രാജധാനിയിൽ തേരാളിയായിട്ട് ജീവിക്കേണ്ടതെന്നുള്ള വിവരം കിട്ടി. അങ്ങനെയാണ് കണ്ടെത്തിയത് അത്ര. അതേപോലെ തന്നെ പ്രദ്യുമ്നൻ്റെ പുത്രൻ അനിരുദ്ധനെ ഉഷ കാമിച്ചപ്പോൾ അവളുടെ മായാവിയായിട്ടുള്ള തോഴി ചിത്രലേഖ രാത്രി കട്ടിലോടുകൂടി അനിരുദ്ധനെ എടുത്തിട്ട് ദ്വാരകയിൽ നിന്ന് കൊണ്ടുപോയി. അനിരുദ്ധനെ കാണാണ്ട പ്രദ്യുമ്നൻ വളരെയധികം വിഷമിച്ചു. സങ്കടപ്പെട്ടിരുന്നപ്പോൾ അമ്മ രുക്മിണി വന്നിട്ട്, മോനെ നീ കരയണ്ട, നമുക്ക് അനിരുദ്ധനെ കണ്ടുപിടിക്കാം, നീ സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്ക്. പണ്ട് നിന്നെ വെറും 6 ദിവസം പ്രായമുള്ളപ്പോൾ ശമ്പരാസുരൻ തട്ടിക്കൊണ്ടുപോയി. ഞാനും നിൻ്റെ അച്ഛനും ഒരുപാട് സങ്കടപ്പെട്ടു. കൃഷ്ണൻ്റെ പുത്രൻ പ്രദ്യുമ്നനെ പ്രസവിച്ച 6-ാമത്തെ ദിവസം ശമ്പരൻ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ ഇതേമാതിരി സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചപ്പോഴാണ് നീ വളർന്നു വന്നതും അവിടെ സത്യം മനസ്സിലാക്കിയതും അവനെ വധിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നതും. അതുകൊണ്ട് നീയും നിൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ ഇത് അനുഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ 4 പ്രാവശ്യമാണ് രുക്മിണി ദേവി സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും തന്നെ ശമ്പരനെ വധിച്ചു. കാരണം പ്രദ്യുമ്നൻ ജനിച്ച ഉടനെ തന്നെ വളർന്നു യുവാവായി എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് വർഷങ്ങളൊന്നും എടുത്തിട്ടില്ല. 4 തവണ അനുഷ്ഠിച്ചപ്പോഴേക്കും ശമ്പരനെ വധിച്ച് പ്രദ്യുമ്നൻ ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. അതേപോലെ അനിരുദ്ധനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രദ്യുമ്നൻ ഈ വ്രതം സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചപ്പോൾ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ അനിരുദ്ധൻ പെട്ടുകിടക്കേണ്ടതെന്നുള്ള വിവരം കിട്ടി. അത് അച്ഛനായിട്ടുള്ള കൃഷ്ണനെ അറിയിച്ചു. ഭഗവാനും ഗണപതി ഭഗവാനെ പൂജ കഴിച്ചതിന് ശേഷം ഈ വ്രതത്തെ അനുഷ്ഠിച്ചു. സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചിട്ടാണ് അത്ര ഭഗവാൻ ബാണൻ്റെ ശോണിതപുരത്തേക്ക് പട നയിച്ചത്, പേരക്കുട്ടിയെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ ഗണപതിയുടെ പൂജ ചെയ്തിട്ട് ബാണനെ ജയിച്ച് അനിരുദ്ധനെ കൊണ്ടുവന്ന കഥ പറയണു. മാത്രമല്ല ഈ വ്രതത്തിൻ്റെ പ്രഭാവം കൊണ്ട് എത്രയോ ദേവാസുരന്മാരും മനുഷ്യരും ഋഷിമാരും അതേമാതിരി തന്നെ ദാനവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഉരകങ്ങൾ സർപ്പങ്ങളും രക്ഷസുകളും ഒക്കെ ഈ വ്രതത്തിനെ അവരുടെ വിഘ്നശമനത്തിനും സങ്കടം മാറ്റാനുമായിട്ട് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആപത്തിലാണെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ശാന്തിക്കായിട്ട് ഈ സങ്കടഹാര ചതുർത്ഥി വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത്. സർവസിദ്ധികരായിട്ടുള്ള ഈ വ്രതത്തിന് തുല്യം ലോകത്തിൽ വേറൊന്നില്ല. പ്രത്യേകിച്ച് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം
മോക്ഷം എന്നുള്ളതിനെക്കാട്ടിലും ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറുക എന്നുള്ളതാണ്. അതിനെ മോശമായിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാനത് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗൃഹസ്ഥരാണ് എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോൾ പല സ്ഥലത്തും പ്രഭാഷണം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഇപ്പം ഞാൻ കാഷായം ധരിച്ചിരിക്കേണ്ട ഒരാളാണ്, എന്നിട്ട് ഞാൻ നിങ്ങളോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളതൊക്കെ കേൾക്കും. എന്നിട്ട് അവസാനം നിങ്ങൾ പറയും, സ്വാമി നിങ്ങൾ കാഷായം ധരിച്ച ആളാണ്, നിങ്ങൾക്ക് കുടുംബവും കുട്ടിയൊന്നുമില്ല, ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയില്ല എന്ന് പറയും. എന്നോടത് പറയാൻ പറ്റില്ല, എക്സ്ക്യൂസായിട്ട്. കാരണം ഞാനും ഇതേ ചക്രങ്ങളിൽ കൂടെ, ഇതേ പ്രാരബ്ധങ്ങളിൽ കൂടെ, ഇതേ ബുദ്ധിമുട്ടുകളിൽ കൂടെ പോണ ആളാണ് അല്ലേ. അപ്പോൾ നമ്മൾക്കത് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് ഈ കഥകളൊക്കെ വെറുതെ കേട്ട് ഈ ചെവി കൂടെ വിട്ടുപോകാനല്ല, ഇത് അനുഷ്ഠിക്കണം. അടുത്ത് വരണ സങ്കടഹാര ചതുർത്ഥിയോട്ട് ഇത് കേൾക്കുന്നവരൊക്കെ അനുഷ്ഠിച്ചു തുടങ്ങണം. കാരണം ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയായിട്ടുള്ള ഭഗവാനോടല്ലാണ്ട് ആരോടാണ് നമ്മൾ ചോദിക്കുക? അങ്ങനെ ചോദിച്ച് കർമ്മത്തെ മുഴുവൻ ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടണ സൗഭാഗ്യത്തെയും സന്തോഷത്തെയും ഭഗവാന് സമർപ്പിച്ച് മനസ്സ് ശുദ്ധാക്കി പടിയായിട്ട് സാക്ഷാത്കാരത്തിലേക്ക് കയറിപ്പോകാനുള്ള അപൂർവ ഭാഗ്യമുള്ളവരാണ് നമ്മൾ. ഗൃഹസ്ഥാശ്രമം കിട്ടി നമുക്ക് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ പോരാടി അതിൽ ജയിച്ചു വരിക, എന്നിട്ട് സാക്ഷാത്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു മഹിമ പറയില്ല. അതിലെ നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള എല്ലാ ഋഷിമാരും ഗൃഹസ്ഥരാണ്. ഭഗവാൻ നാരായണൻ തന്നെ ഗൃഹസ്ഥൻ, ഭഗവാൻ മഹാദേവൻ ഗൃഹസ്ഥൻ അല്ലേ. എല്ലാ ദേവന്മാരും ഗൃഹസ്ഥരാണ്. സുബ്രഹ്മണ്യസ്വാമി ഗൃഹസ്ഥൻ, ഗണപതി ഭഗവാൻ ഗൃഹസ്ഥൻ, എല്ലാവരും ഗൃഹസ്ഥരാണ്. എന്തുകൊണ്ടാണ് ഗാർഹസ്ഥ്യം ഇവർ ചെയ്ത് കാണിച്ചത്? കൃഷ്ണൻ എന്തുകൊണ്ടാണ് ഗൃഹസ്ഥനായിട്ട് ജീവിച്ച് കാണിച്ച്? എല്ലാ പ്രലോഭനങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളുടെയും നടുക്ക് ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു ഈശ്വരാവതാരം വേറെ കാണില്ല. ഒരു മനുഷ്യൻ, ശരാശരി മനുഷ്യൻ നശിച്ചു പോകാൻ മാത്രം വേണ്ട എല്ലാ പ്രലോഭനങ്ങളും സമ്പത്തും സമൃദ്ധിയും ഭഗവാനുണ്ടായിരുന്നു. ഭഗവാനെപ്പോലെ ഒരു കോടീശ്വരൻ ഭഗവാൻ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഉണ്ടായിരുന്നില്ല. അത്രയും ധനമായിരുന്നു ഭഗവാന്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും തനിക്കെന്ന് പറഞ്ഞിട്ട് ചെയ്തോ? ഭഗവാൻ ഒന്നും ചെയ്തില്ല. ഭഗവാനെ അപമാനിച്ചവരും ഭഗവാന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ വരെ ഉണ്ടായിരുന്നു ഭഗവാൻ ജീവിച്ച കാലത്ത് അല്ലേ. പൗണ്ഡ്രക വാസുദേവനെ പോലെ നീയല്ല ഒറിജിനൽ, ഞാനാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഭഗവാൻ അതിജീവിച്ചില്ലേ? എങ്ങനെയാ ഇതൊക്കെ? എന്തിനാ ഭഗവാനെ ഒരു മനുഷ്യനായിട്ട് കാണാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളൊരു അങ്ങ് ഈശ്വരനല്ലേ, അങ്ങേക്കത് പറ്റും, അങ്ങനെയല്ല. ഭഗവാനില്ലാത്ത സങ്കടമല്ല. ജനിച്ച സമയം തൊട്ട് ഭഗവാനെ വേട്ടയാടിയിട്ടുണ്ട്. ഭഗവാന്റെ പ്രാണൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സകലരും നടന്നിരിക്കുന്നത്. 126 വയസ്സിൽ ശരീരം വിടുന്നത് വരെയും ഭഗവാന് ശത്രു സമൃദ്ധി വേണ്ടുവോളം ഉണ്ടായിരുന്നു. ശത്രു സമൃദ്ധി, എല്ലാ സമൃദ്ധിയുള്ള ആളായിരുന്നു, അതിൽ ശത്രു സമൃദ്ധിയും വേണ്ടുവോളം ഉണ്ടായിരുന്നു ഭഗവാൻ അല്ലേ. അപ്പം ഇങ്ങനത്തെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് അത് ലൗകികമായ കാര്യങ്ങൾക്കുള്ള വ്രതമാണെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കാൻ പാടില്ല. ഗാർഹസ്ഥ്യത്തിലിരിക്കുമ്പോൾ ലൗകികത അംഗീകരിച്ചിട്ട് തന്നെ പോകണം, എന്നിട്ടത് ഭഗവാന് സമർപ്പിക്കണം. അല്ലാണ്ട് നിരാകരിക്കുകയല്ല വേണ്ടത്, സ്വീകരിച്ചിട്ടത് ഭഗവാന് കൊടുത്തേക്കണം. അതിൽ നിന്നുള്ള ദുഃഖത്തെയും കൊടുക്കണം, സുഖത്തെയും കൊടുക്കണം. അല്ലാണ്ട് സുഖത്തെ മാത്രം കൊടുക്കരുത്. നമുക്ക് 2 അടി കിട്ടിയാൽ അധികം കൊടുക്കണം ഭഗവാന്. അങ്ങനെ കൊടുത്തു ശുദ്ധമാക്കി ശൂന്യമാക്കി വെക്കാനാണ് എല്ലാ വ്രതങ്ങളും പഠിപ്പിക്കണം. സങ്കടഹാര ചതുർത്ഥി പോലുള്ള വ്രതങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ അർത്ഥമറിഞ്ഞ് അനുഷ്ഠിച്ചാൽ ലൗകികതയിലുള്ള ആസക്തി മെല്ലെ കുറഞ്ഞു വന്ന് മുക്തിയുടെ മാർഗത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും. സങ്കടഹാര ചതുർത്ഥി വൃത്തിയായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരാൾക്ക് ഏകാദശിയും അതേപോലെ തന്നെ പ്രദോഷം പോലുള്ള വ്രതങ്ങളും അർത്ഥവത്തായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കും. അത് വെറുതെ വിഘ്നം മാറാൻ മാത്രം എന്നുള്ളതല്ല, മനസ്സിൻ്റെ ശുദ്ധി അത്ര ഉണ്ടാക്കി തരും. കാരണം ഭഗവാൻ ശുദ്ധബുദ്ധിയാണ്. ഗണപതി ഉപാസിക്കുന്നവന് ഒരു വിഷമിച്ചിട്ടുള്ള വേണ്ടാത്തൊരു ചിന്ത വരില്ല. ഇന്നലെ കണ്ടില്ലേ, നാഗലോകത്തേക്ക് ബുദ്ധിയെ പറഞ്ഞയച്ചേ ഉള്ളൂ. ആ ബുദ്ധി അവിടെ പോയതോടിയിട്ട് എല്ലാവർക്കും നേർബുദ്ധി ഉണ്ടായി. അമ്മ പോയിട്ട് ഒന്നും ചെയ്തില്ല, പ്രത്യേകമായിട്ട് വെറുതെ ആളെ അയച്ചു, നീ ഒന്ന് പോ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും തലതിരിഞ്ഞായിരുന്നിരുന്നു. ആ ബുദ്ധി അവിടെ ചെന്നോളൂ. അപ്പോൾ ഗണപതി ഭഗവാൻ ആവിർഭവിക്കുന്ന സ്ഥലത്ത് താനെ കഴിവും വരും, സ്ഥിരബുദ്ധിയും നേർബുദ്ധിയും വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെ കൃഷ്ണൻ ആ വ്രതത്തെ അനുഷ്ഠിച്ചിട്ട് അനിരുദ്ധനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയണു. എന്നിട്ട് അതിൻ്റെ ഉദ്വാസനം എങ്ങനെയാണ് കാലം കൂട്ടേണ്ടത് എന്നുള്ള വിധി പറയണു. ഞാൻ പറഞ്ഞല്ലോ 12 കൊല്ലം ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇതിലിപ്പോൾ 1 വർഷക്കാലത്തെയാണ് ഇതിൽ പറയണത്. 1 വർഷം സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം അതിൻ്റെ ഉദ്വസനം എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃതവീരൻ്റെ അച്ഛൻ ചോദിക്കുന്നു. അതാണ് ആ മഹാത്മാവാണ്, അദ്ദേഹത്തിന് അതിനെ അറിയാം. വെറുതെ ഒരു വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം ചോദിച്ചിട്ട് ഓടിപ്പോവല്ല വീട്ടിലേക്ക്. ഇതിനെ എങ്ങനെ അവസാനിപ്പിക്കണം. ഇപ്പം ചിലവർക്ക് ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യാൻ പറ്റില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാം.
അപ്പം നമ്മളതിനെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കണം. ചിലപ്പോൾ ഉപാസനകളിൽ പോലും അങ്ങനെയാണ്. ചില മന്ത്രങ്ങളും ചില വിഗ്രഹങ്ങളിലുള്ള ആരാധനയൊന്നും എല്ലാ കാലത്തേക്കും പറ്റിയെന്ന് വരില്ല. നമ്മൾ നമ്മുടെ ശരീരം വിടുന്നതിന് മുമ്പ് അത് സമർപ്പിച്ച് പോകണം. നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് പോകുക എന്നുള്ളതല്ല. ആധ്യാത്മികമായിട്ടുള്ള അറിവും അതേപോലെ തന്നെ ഗ്രന്ഥശേഖരവും, ഉപാസനയും ഗ്രന്ഥത്തിലുള്ള അറിവ്, ഗ്രന്ഥശേഖരങ്ങളും നമ്മുടെ മക്കളാണെന്നുള്ളത് കൊണ്ട് മാത്രം അവർ അർഹരാവുന്നില്ല. അത് സ്വത്തും ഭൂമിയും അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റും അവർക്ക് എഴുതി കൊടുക്കണ പോലെയല്ല. നമ്മുടെ ഉപാസന, നമ്മുടെ മന്ത്രം, നമ്മൾ അർച്ചിക്കുന്ന വിഗ്രഹം, അതേപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശേഖരം, അത് അർഹതയുള്ളവരിലേക്കാണ് പോകേണ്ടത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കുടുങ്ങും. ഇനി നമ്മൾ കൊടുക്കാണ്ട് പോയാൽ ആ ഉപാസനയുടെ മൂർത്തി നമ്മുടെ ആത്മാവ് തന്നെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അതും നമ്മൾ കുടുങ്ങും, ഗതി കിട്ടില്ല. പിന്നെ അതിനെ വേർപെടുത്തി അതിൻ്റെ ദുരിതം മുഴുവൻ ആവാഹിച്ച് മാറ്റി പ്രകൃതിയിൽ ലയിപ്പിച്ച് അതിനെ ഒന്നുമില്ലെങ്കിൽ പ്രകൃതിയിൽ ലയിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് ഇരിക്കാനൊരു സ്ഥലം കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പല കുടുംബക്ഷേത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആവാഹിച്ച് ഏതോ ഒരു കാരണവർ ഉപാസിച്ചതാണ്. അതാണ് അങ്ങനെ വേർപെടുത്തിയ ആത്മാവിനെയാണ് ഈ തൊഴുത് നിൽക്കുന്ന വിഗ്രഹമായിട്ട് കാരണവരായിട്ട് അപ്പുറത്ത് പ്രതിഷ്ഠിച്ചിട്ടും ഉണ്ടാവുക. മനസ്സിലായി? അതുകൊണ്ട് വ്രതങ്ങൾക്കും ഒരു കൺക്ലൂഷൻ വേണം, അവസാനം വേണം. ഇങ്ങനെ വെറുതെ ചുമ്മാ വ്രതം എടുത്തുകൊണ്ടിരിക്കുക. ഇന്നങ്ങനെയാണ്, ഞാൻ പറ്റുമ്പൊക്കെ എടുക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനെയാണ്, പറ്റുമ്പൊക്കെ എടുക്കലാണ് ഇപ്പം നമ്മുടെ. അതിനൊരു പ്രോപ്പറായിട്ടൊരു അവസാനമില്ല. ആത്യന്തികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ചിട്ടയില്ലായ്മയാണ് അതിന് കാരണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും, അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഭഗവാന് വേണ്ടി പ്രത്യേകം ചെയ്യുമ്പോൾ അതിലൊരു ചിട്ട കണ്ടാൽ വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഗണപതി ഭഗവാന് ഈ ചിട്ട വലിയ ഇഷ്ടമാണ്. കാരണം എന്താ? അമ്മയുടെ മകനാണേ, അമ്മയുടെ അതേ സ്വഭാവമാണ്, അമ്മയുടെ പുത്രനായതുകൊണ്ട് ആ ചിട്ടയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ഘട്ടം ഘട്ടമായിട്ട് ഒരു കാര്യം ചെയ്യുന്നത്, വൃത്തിയായിട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ വ്രതത്തിൻ്റെ ഉദ്യാപനം ചോദിക്കുന്നതൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല, കഴിക്കുന്നത്, ചവച്ച് കഴിക്കുന്നത്, വിഴുങ്ങുന്നത്, ലേഹ്യമായിട്ടുള്ളത്, കുടിക്കണത്, വലിച്ചു കുടിക്കാൻ പറ്റണത്, ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ പല രീതിയിലുള്ള ആസ്വാദനങ്ങളുണ്ടല്ലോ. അതൊക്കെ ഭക്ഷണം ആസ്വദിക്കുന്ന രീതികളാണ്. ഇത് ഓരോന്നിലുള്ള വിഭവങ്ങൾ വേണം ഗണപതിക്ക്. ഭഗവാൻ ഇതൊക്കെ ഇഷ്ടമാണ്. വലിച്ചു കുടിക്കുക, ചവച്ച് കഴിക്കുക, വിഴുങ്ങി കഴിക്കുക, ഇങ്ങനെയൊക്കെ കൊടുക്കണം. കുഴമ്പ് പരുവത്തിൽ, സെമി സോളിഡ്, സോളിഡ്, കടിച്ചു പൊട്ടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കണം. അതേപോലെ 6 സ്വാദുകളുള്ള ഭക്ഷണം കൊടുത്തിരിക്കണം. ഇങ്ങനെയൊക്കെ വിസ്തരിച്ചിട്ട് ആ ഉദ്യാപനക്രിയ പറയുന്നുണ്ട്. അവസാനിപ്പിക്കണ സമയത്ത് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് ഹോമകുണ്ഡത്തിൽ വസോർധാര ചെയ്യണമെന്ന് നിർബന്ധമാണ്. ആ വസോർധാരയ്ക്ക് രുദ്രൻ തന്നെ ഉപയോഗിക്കണം. രുദ്രൻ ചൊല്ലിയിട്ടാണ് വസോർധാര ചെയ്യുക. ഗണപതി ഭഗവാൻ ശൈവമൂർത്തി ആയതുകൊണ്ട് ഭഗവാന് രുദ്രം വിശേഷമാണ്. പിന്നെ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. ഒന്നിലും പിശുക്ക് കാണിക്കരുത്, കടം വാങ്ങി ചെയ്യരുത്. ഒരിക്കലും ഒരു വ്രതവും ഒരു ഉത്സവവും വീട്ടിൽ ഒരു നല്ല കാര്യവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണതൊന്നും, അല്ലെങ്കിൽ പുറത്ത് ക്ഷേത്രങ്ങളിലെ വഴിപാടാണെങ്കിൽ പോലും കടം വാങ്ങിയിട്ട് ഒരിക്കലും ചെയ്യരുത്. ഉള്ളത് കൊണ്ട് പറ്റണ പോലെ ചെയ്താൽ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഇത്ര ഇടങ്ങഴി പായസം വേണമെന്ന് അതിനൊരു കണക്കുണ്ട്. അതിന് 32 ഇടങ്ങഴി എന്നാണ് ഇപ്പം നമ്മുടെ നാടൻ കണക്കിലേക്ക് വന്ന അത്രയും ഇടങ്ങഴിയുടെ പായസത്തോട് കൂടിയിട്ട് ചുവന്ന വസ്ത്രം സമർപ്പിച്ചിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗണപതി ഭഗവാനെ ആ നേദിച്ച പായസത്തോടും ആ വിഗ്രഹത്തോടും ആ വസ്ത്രത്തോടും ബ്രാഹ്മണന് പ്രധാന ആചാര്യന് ദാനം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. 4 ഇടങ്ങഴി എള്ളും കൊടുക്കണം. ഗണപതിക്കും കൃഷ്ണനും എള്ള് വളരെ പ്രധാനമാണ്. നോർത്തിലൊക്കെ എള്ളുണ്ടെന്നായിരിക്കും കൃഷ്ണന്. എള്ള് നമുക്കറിയാം, നമ്മുടെ നാട്ടിലത് ശനീശ്വര പ്രീതിക്കാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. എള്ളിട്ട വെള്ളത്തിൽ കുളിക്കണം എന്നാണ് എല്ലാ ഗണപതിയുടെ വ്രതങ്ങൾക്കും. രാവിലെ എള്ളും കറുകിയിട്ട വെള്ളത്തിൽ കുളിക്കണം. ഇതൊക്കെ അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഒന്ന് താല്പര്യമുള്ളവർക്ക് വായിക്കാം. അതുമാതിരി പശുദാനം ചെയ്യണം, എൻ്റെ പശുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഈ വ്രതം ഉദ്യാപനം ചെയ്യണം 1 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കൃതവീരൻ ഇതൊക്കെ ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു. മനോഹരമായിട്ടുള്ള ആ വ്രതത്തെ അവസാനിപ്പിച്ച് തൃപ്തി അടഞ്ഞ് 10,000-കണക്കിന് പശുക്കളെ കൊടുത്തു. അവശരായിട്ടുള്ളവർക്കും കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കും ചെവി കേൾക്കാത്തവർക്കും ഒക്കെ ദാനവും ഭക്ഷണവും എല്ലാം മൃഷ്ടാന്നം കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ആ രാജപത്നി ഗർഭിണിയായി, ഒരു കുട്ടിയെ പ്രസവിച്ചു. ധാരാളം ദാനങ്ങളൊക്കെ കൊടുത്തു, സന്തോഷമായി. ആ കുട്ടിയെ പിൽക്കാലത്ത് രാജാവാക്കിയിട്ട് അദ്ദേഹം ഭഗവത് ധാമം പുകി എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് വളരെ ചുരുക്കി പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചു. അപ്പോൾ ശൂരസേനന് കഥ കേട്ട് മതിയായിട്ടില്ല. ഇവിടെ ഇന്ദ്രൻ പറഞ്ഞ് നിർത്തണം. അങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കല്ലേ.
ആ കുട്ടിയെക്കുറിച്ച് പറയൂ, എങ്ങനെയാണ് ആ കുഞ്ഞ് പ്രസവിക്കാനിടയത്, ആ കുഞ്ഞ് എങ്ങനെയാണ് ജനിച്ചത്, എന്തൊക്കെ വിശേഷങ്ങളുണ്ടായി, അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം പറയും. അപ്പോൾ ഇത്തരം പറയും, ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് എന്താ നടക്കാത്തത് ഈ പ്രപഞ്ചത്തിൽ? അദ്ദേഹത്തിൻ്റെ പ്രസാദം കൊണ്ട് ആ രാജ്ഞി കൃതവീരൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു, 9-ാം മാസത്തിൽ പ്രസവിച്ചു. താമര പോലുള്ള കണ്ണുകൾ, നല്ല ഭംഗിയുള്ള മൂക്ക്, അതിമനോഹരമായിട്ടുള്ള മുഖം, നല്ല ചീക്ക് ബോൺസൊക്കെ ക്ഷത്രിയ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള നല്ല ലക്ഷണങ്ങളുള്ളൊരു കുഞ്ഞ്, നല്ല ചുമലുകൾ, അതിമനോഹരനായിട്ടുള്ളൊരു മകൻ. പക്ഷേ വയറ്റാട്ടി ഉറക്കം നിലവിളിച്ചു കുട്ടിയെ കണ്ടിട്ട്. അപ്പോഴാണ് അവളും കുട്ടിയുടെ മുഖം വിട്ടിട്ട് ശരീരത്തിലേക്ക് നോക്കിയത്. തോളേ ഉള്ളൂ, കൈയില്ല, 2 കൈയില്ല, അരയ്ക്ക് കീഴ്പ്പെട്ട് ലൈംഗികാവയവം മാത്രമേ ഉള്ളൂ, തൊട തൊട്ടിട്ട് താഴോട്ടൊന്നുമില്ല, ഒരു പിണ്ഡം, മുഖമുണ്ട്, ശരീരമുണ്ട്, ആൺകുട്ടിയാണെന്ന് കണ്ടാൽ തിരിച്ചറിയാം. അരയ്ക്ക് താഴോട്ടുമില്ല, 2 കൈയുമില്ല. ഈ വിധത്തിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു അംഗവൈകല്യമുള്ളൊരു കുഞ്ഞിനെ കണ്ടു. അതോടുകൂടിയിട്ട് രാജ്ഞി നെഞ്ഞത്തടിച്ച് കരയാൻ തുടങ്ങി. ഗണപതി ഭഗവാനെ, ഇങ്ങനെ ഞങ്ങൾ വ്രതം അനുഷ്ഠിച്ചിട്ട് അവസാനം ഇങ്ങനൊരു കുഞ്ഞിനെയാണല്ലോ ഞങ്ങൾക്ക് തന്നത്, എന്തൊരു സങ്കടമാണ്. ഞങ്ങൾ ഇതിന് മാത്രം ഇപ്പം എത്ര മഹാഭാവം ഞാനും എൻ്റെ ഭർത്താവും ചെയ്തിട്ടുണ്ടാവും. ഇത്ര വ്രതം അനുഷ്ഠിച്ചിട്ട് ഇമാതിരി കാര്യങ്ങൾ ചെയ്തിട്ട് വർഷത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഇവർ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതായത് സങ്കടഹാര ചതുർത്ഥി വ്രതദിവസം മാത്രമല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലും ഉപവാസമൊക്കെ ആവശ്യാനുസരണം അതിലെ വിധിക്കനുസരിച്ച് അനുഷ്ഠിച്ച് അതിൻ്റെ ഏറ്റവും കഠിനമായ രീതിയിൽ അവരെ ചെയ്തിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അവർ നെഞ്ഞതടിച്ച് കരയാൻ തുടങ്ങി. കൃതവീരൻ വിവരം അറിഞ്ഞിട്ട് പ്രസവമുറിയിലേക്ക് വന്നു. കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഭീകരമായിട്ട് സങ്കടമായി. അങ്ങനെ ആ ഇരിക്കണ സമയത്ത് ഇന്ദ്രൻ ഇവിടെ പറയുക, ശൂരസേനൻ്റെ അടുത്ത് മന്ത്രിമാർ പറഞ്ഞു, രാജാവേ സങ്കടപ്പെടരുത്, എല്ലാറ്റിനും ഗണപതി ഭഗവാന്റെ ഒരു നിശ്ചയം ഉണ്ടാവും, അങ്ങിപ്പോൾ കിടന്നിട്ട് ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്താം നമുക്ക്, ഭഗവാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് രാജാവ് എഴുന്നേറ്റ് വന്ന് വേഗം കുളിച്ചു വന്ന് ദാനങ്ങളൊക്കെ ചെയ്തു. തൻ്റെ മകൻ ജനിച്ച സന്തോഷം എന്ന് കാണിക്കാനായിട്ട് ധാരാളം ദാനങ്ങളും അന്നദാനവും ഒക്കെ ചെയ്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി. മഹോത്സവം തന്നെയാണ്, ജന്മോത്സവം നടത്തി ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തു. അങ്ങനെ 12 വർഷം കടന്നു, കുട്ടി വളർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇടിമിന്നൽ പോലെ തേജസ്സുള്ള പൂർണ്ണ നഗ്നനായിട്ടുള്ള ഒരാൾ അനവധി നായ്ക്കളെയും പശുക്കളെയും ഒക്കെ കൂട്ടിയിട്ട് കയ്യിലൊരു തൃശൂലവും പിടിച്ചിട്ട് 3 ശിരസ്സുകളോട് കൂടിയിട്ട് വെളുവെളുന്നിരിക്കും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ വെളുത്തിട്ടുള്ള അതിതേജസ്വിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ആ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് നടന്നു വന്നു. നോക്കുമ്പോൾ അത്രിയുടെയും അനസൂയയുടെയും 2ാമത്തെ പുത്രൻ, വിഷ്ണുവിൻ്റെ അംശം അധികരിച്ചും ശിവനും ബ്രഹ്മദേവൻ്റെ അംശങ്ങളോട് കൂടിയിട്ടുള്ള ദത്താത്രേയ മഹർഷി സ്വമേധയാ കയറി വന്നു. ചിലയിടങ്ങളിൽ അങ്ങനെയാണ്, ഗുരുനാഥൻ ശിഷ്യനെ അന്വേഷിച്ച് വരും. ശിഷ്യന് ഗുരുനാഥനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ദത്താത്രേയൻ്റെ മഹിമ പറഞ്ഞാൽ തീരില്ല. പിതൃദോഷങ്ങൾ മാറാനും പുത്രലാഭത്തിനും അതേപോലെ തന്നെ അറിവുണ്ടാക്കാനും ഉപാസിക്കേണ്ട ദേവനാണ് അദ്ദേഹം. ഭഗവാന്റെ അവതാരമായിട്ട് പറയപ്പെടുന്ന 3 പേരും, ത്രിമൂർത്തികൾ 3 പേരും ചേർന്ന്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രനാണ്. ചന്ദ്രനിൽ ബ്രഹ്മാവിൻ്റെ അംശം അധികരിച്ചിട്ടും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അംശം കുറേശ്ശെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അനിയനെന്ന് പറയുന്നത് ദുർവാസാവ് മഹർഷിയാണ്. ശിവൻ്റെ അംശം അധികരിച്ചിട്ടും വിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും അംശവും അല്പാൽപ്പമാണ് ദുർവാസാവിലുള്ളത്. ഈ ദത്തമഹർഷിയുടെ ശിഷ്യനാണ് പരശുരാമസ്വാമി. ഇന്നും ആസാമിലെ നീലാചല പർവ്വതത്തിൽ ദത്താത്രേയൻ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കാൽക്കലിരുന്ന് തപസ് ചെയ്യുന്നുണ്ട് ഇന്നും ചിരഞ്ജീവിയായിട്ടുള്ള പരശുരാമൻ. ഇന്നും അന്വേഷിക്കുന്നവർക്ക് ഇവരെ 2 പേരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ദത്താത്രേയ മഹർഷി മനുഷ്യരിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് മനുഷ്യരെ വലിയ ഇഷ്ടമല്ല, മനുഷ്യരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കരുതുന്ന ഒരു ശക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അംശാവതാരമായിട്ടാണ് ഷിർദിയിലെ സായിബാബയൊക്കെ പറയാറ്, മഹാരാഷ്ട്രയിൽ. നമ്മുടെ ഇവിടങ്ങളിൽ അദ്ദേഹത്തിന് അധികം ക്ഷേത്രങ്ങളില്ല, എറണാകുളത്തൊക്കെ ഉള്ളത്. പക്ഷെ മഹാരാഷ്ട്രയിലൊക്കെ ദത്താത്രേയന് ഒരുപാട് ഉപാസകരുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്ഥാനം രാജസ്ഥാനിലെ മൗണ്ട് അബുവാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ വേറൊരു തപസ്ഥാനമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും അവിടെ ദർശനം കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്ര ശക്തനായിട്ടുള്ള ഒരാളാണ്, അത്ര ശക്തൻ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. തന്ത്രത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാതാവ്. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ കുംഭമേള,
ഈ കുംഭമേളയിൽ ധർമ്മത്തിനെ സംരക്ഷിക്കാൻ സന്യാസിമാർ ആയുധമെടുത്തിട്ടുള്ള സൈന്യങ്ങളെ ഉണ്ടാക്കിയത് ദത്താത്രേയനാണ്. ദത്താത്രേയനാണ് ഈ നാഗസന്യാസിമാരുടെ കുലഗുരു. നാഗസന്യാസ സമ്പ്രദായം ഉണ്ടാക്കിയത് ദത്താത്രേയ മഹർഷിയാണ്. അതിനെ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യസ്വാമികളുമാണ്. അത്രയും വൈശിഷ്ട്യമാണ്. ദത്താത്രേയൻ വെറുതെ വന്നു എന്ന് പറയാണ്ട് അദ്ദേഹത്തിനെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞാണ് ആവുന്ന പോലെ. നമുക്കധികം സമയമില്ല. എന്താണെങ്കിലും ദത്താത്രേയ മഹർഷി ആ കൊട്ടാരത്തിലേക്ക് വന്നു, ഇങ്ങോട്ട് കയറി വന്നു. എല്ലാവരും നമസ്കരിച്ചു. അദ്ദേഹത്തിനെ ശരിക്കൊരു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പോലെയാണ് അദ്ദേഹത്തിനെ പൂജ കഴിക്കേണ്ടത്. ഗുരുദേവദത്തൻ എന്നാ പറയുക, ജയ ജയ ഗുരുദേവദത്ത എന്നാ പറയുക. അങ്ങനെ അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് രാജാവ് തൻ്റെ സങ്കടം പറഞ്ഞു, കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. കുട്ടിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. നിൻ്റെ മകനെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. കാരണം ആ കുട്ടിയാണ് തൻ്റെ ശിഷ്യനെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ശിഷ്യനെ കാണാൻ വന്നതാണ്. നിൻ്റെ മകനെ ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ചുമന്നുകൊണ്ടാണ് വരിക ആൾക്കാർ. കാരണം കുട്ടിക്ക് കാലില്ല. ചുമന്നുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു ഇരിക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ടൊരു പട്ട് വിരിച്ചിട്ട് അതിൽ കിടത്തി. കുട്ടി കിടന്നിട്ട് തൊഴുതു അദ്ദേഹത്തിനെ. 12 വയസ്സുള്ള കുട്ടിയാണ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് മഹർഷി അടുത്ത് ചെന്നിട്ട് ഇരുന്നു, പരിചയപ്പെട്ടു. എന്നിട്ട് രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇവൻ 3 ലോകങ്ങളെയും ജയിക്കും, കീർത്തിമാനാവും, ഇവനെ കൊണ്ടാണ് അങ്ങ് അറിയപ്പെടാൻ പോണത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പറയും, ഏതൊരു ദോഷം കൊണ്ടാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ അംഗവൈകല്യം വന്നതെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങ് ഇത്രയും കഷ്ടപ്പെട്ട് വ്രതം എടുത്തിട്ടല്ലേ ഇത് ചെയ്തത്. പക്ഷേ ഈ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ശരീരത്തിന് ക്ഷീണം വരും. അപ്പോൾ കോട്ടുവായി ഇടും. കോട്ടുവായി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആചമനം ചെയ്യണം മന്ത്രം കൊണ്ട്, ജലം വീഴ്ത്തിയിട്ട്. അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ വ്രതത്തിൽ ദോഷം വന്നതും ഈ കുഞ്ഞിന് അംഗവൈകല്യം വന്നതെന്ന്. നമ്മളിവിടെ ഏകാദശിക്ക് ശിവരാത്രിക്കൊക്കെ കോട്ടുവായിട്ട് തകർക്കും അല്ലേ? അതുകൊണ്ട് ഒരു 2 വെള്ളം എടുത്തു വയ്ക്കണം, നല്ലതാണ് ആചമനം ചെയ്യാൻ. അപ്പം ഈ കാരണം കൊണ്ടാണ് അംഗഹീനനായിട്ടുള്ള പുത്രനുണ്ടായതെന്ന്. അങ്ങ് പറഞ്ഞത് സത്യമാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഏതൊരു ഉപായം കൊണ്ടാണ് എൻ്റെ മകന് അംഗവൈകല്യം മാറുക, അവൻ സുന്ദരനായി തീരുക, അവൻ്റെ ശരീരം നന്നാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹർഷി കരുണയോട് കൂടിയിട്ട് കൃതവീരന് ഗണപതി ഭഗവാന്റെ ഏകാക്ഷര മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ നിഷ്ഠയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഭക്തിയോട് കൂടിയിട്ട് ഈ ആരാധന ഒരു നേരം ആഹാരം മാത്രം, ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് ഉപവാസ നിയമങ്ങളോട് കൂടിയിട്ട് 12 വർഷം ജപിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ദർശനം തരും എന്ന് കുട്ടിയോട് പറഞ്ഞു. കുട്ടിക്കാണ് ഉപദേശിച്ച്, അച്ഛനല്ല, കുട്ടിക്കാണ് ഉപദേശിച്ചു കൊടുക്കണം. വർഷത്തിൽ 12 വർഷക്കാലം ദിവസം ഒരു നേരം മാത്രം ആഹാരം, അങ്ങനെ ജപിക്കാൻ പറഞ്ഞു. ഗണപതി ഭഗവാന്റെ ദൃഷ്ടി നിൻ്റെ ശരീരത്തിൽ വീഴുന്ന നിമിഷം നിനക്ക് എല്ലാ അംഗങ്ങളും പൂർണ്ണമാവും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. ഭഗവാൻ പറഞ്ഞ ആ മഹർഷി പറഞ്ഞ ആ വാക്ക് കേട്ടിട്ട് ദത്താത്രേയൻ, നമുക്കറിയാമല്ലോ ഭാഗവതത്തിൽ അവധൂതനായിട്ട് വരണത് അദ്ദേഹമാണ്. 24 ഗുരുക്കന്മാരുടെ കഥയൊക്കെ ഇല്ലേ? പ്രഹ്ലാദനും ദത്താത്രേയനെ കാണുന്നുണ്ട്, അതേപോലെ യയാതി രാജാവ് കാണുന്നുണ്ട്. ഇതൊക്കെ പല പുരാണങ്ങളിൽ ദത്താത്രേയ മഹർഷി പല രൂപത്തിലും വന്ന് നമുക്ക് അറിവ് തന്നിട്ടുണ്ട്. ആ മഹർഷി അവിടെ അന്തർധാനം ചെയ്തു. അദ്ദേഹത്തിന് എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ മഹർഷി പറഞ്ഞ വാക്ക് കേട്ടിട്ട് ആ കുട്ടി പറഞ്ഞു, അമ്മേ അച്ഛാ എന്നെ കാട്ടിലേക്ക് അയക്കൂ, ഞാൻ 12 വർഷം പോയിട്ട് ജപിക്കട്ടെ പറഞ്ഞപ്പോൾ ഇവർ പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെ കിടക്കണ ഒരു കുട്ടി എങ്ങനെ അയക്കും? പക്ഷെ കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ പല്ലക്ക് ചുമന്നിട്ട് കാട്ടിൽ കൊണ്ടായിട്ടാക്കി ഒരു പർണാശ്രമം കെട്ടിയിട്ട് അതിന് കാവലിനും ആൾക്കാരെ വെച്ചു. അങ്ങനെ 12 വർഷം 24 വയസ്സുവരെ ആ കുട്ടിക്ക് ഇട്ട പേരാണ് രസം. ആ കുട്ടിക്ക് ഇട്ടിരുന്ന പേര് ഞാൻ പറഞ്ഞില്ല, അത് പുരാണത്തിൽ പറയുന്നില്ല, അർജുനൻ എന്നാണ് പേരിട്ട്. അർജുനൻ എന്നാണ് കുട്ടിക്ക് പേരിട്ടത്. ഈ കുട്ടി 24 വയസ്സുവരെ 12 വർഷക്കാലം ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചിട്ട് ഗണപതിയുടെ ഏകാക്ഷരമന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ട്, ഭഗവാന്റെ മനോഹര രൂപം കണ്ട് ആ കുട്ടിക്ക് നമസ്കരിക്കാൻ പോലും ഇല്ല, കിടന്നുകൊണ്ടാ ജപം. ആ കുട്ടിയെ എടുത്തുകൊണ്ടും
മലമൂത്ര വിസർജനത്തിലൊക്കെ കൊണ്ടുവരുമൊക്കെ വേണം. അതിന് സഹായികളൊക്കെ ഉണ്ട്. ആ കുട്ടി കിടന്ന കിടപ്പിൽ കിടന്നിട്ടാണ് ഭഗവാനെ കണ്ടതെന്നാണ് പറഞ്ഞത്. ഭഗവാൻ പറയും, ഈ വിജനായിട്ടുള്ള കാട്ടിൽ സിംഹവും പുലിയും വിഹരിക്കുന്ന വള്ളിക്കുടിലുകൾ നിറഞ്ഞ ഈ വനത്തിൽ 12 വർഷങ്ങളെ കീഴടക്കിയിട്ട് നീ ഇരുന്നിരിക്കുന്നു. ചില ടെക്സ്റ്റുകളിൽ ഈ അർജുനൻ ഒറ്റയ്ക്കാണ് തപസ് ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ കുളിക്കാൻ പോയി, എങ്ങനെ ശരീരശുദ്ധി വരുത്തി, ഇതൊന്നും നമുക്കറിയില്ല. സങ്കടമാണ് ആലോചിച്ച് കഴിഞ്ഞാൽ. ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയ ദുർഗതിയല്ലേ. എങ്ങനെയാണെങ്കിലും നിനക്ക് ഞാൻ വരം തരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണ് തുറന്നു നോക്കിയ കൃതവീരപുത്രൻ ഭഗവാൻ തൻ്റെ മേലെ അനുഗ്രഹം ചൊരിഞ്ഞ് നിൽക്കണ കണ്ടു. അങ്ങയുടെ തൃപ്പാദഭക്തി അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് അങ്ങയെ പൂജിക്കാനായിട്ട്, അങ്ങയെ ആരാധിക്കാനായിട്ട് ഒരു ശരീരം തരണം മര്യാദയ്ക്ക്. അതാണ് എന്ത് ചോദിക്കുമ്പോഴും ഭഗവാനെ ആരാധിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോധം വേണം. ഒന്നാം ദിവസം ഞാൻ പറഞ്ഞു, ഒന്നാം ദിവസമല്ല, ഞാൻ ഈ അടുത്ത് ഗുരുവായൂരാണ് പറഞ്ഞു. ദ്രൗപദിയുടെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ദുര്യോധനൻ നിന്നെ അപമാനിച്ചു, പക്ഷെ അവൻ നശിക്കണമെന്ന് നിൻ്റെ പ്രതികാരമായിട്ട് പ്രാർത്ഥിക്കല്ലേ. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവനും അവൻ്റെ വംശവും നശിക്കണമെന്ന് പ്രാർത്ഥിക്കുക, ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു. ലോക നന്മയ്ക്ക്. അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഒരിക്കലും ശത്രുസംഹാരത്തിന് ഇറങ്ങരുത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തും ഭഗവാനായിട്ട് സമർപ്പിക്കണം. അങ്ങനെ ഇന്ദ്രൻ പറയുകയാണ് ഇവിടെ ശൂരസേനൻ്റെ അടുത്ത്, അവൻ്റെ വാക്ക് കേട്ടിട്ട് ആ മായാവിയായിട്ടുള്ള ഗണപതി ആ പർവ്വതാകാരമായിട്ട് പ്രത്യക്ഷപ്പെട്ട തൻ്റെ ശരീരത്തിനെ ഒരു കടുകുമണി പോലെ ചെറുതാക്കിയത്ര ഗണപതി ഭഗവാൻ. ചെറുതാക്കിയിട്ട് ഈ കുട്ടിയുടെ വയറിൽ പൊക്കിളിൻ്റെ ഉള്ളിൽ കൂടെ പ്രവേശിച്ച് ശരീരത്തിലേക്ക് കയറിയത്. ഗണപതി ശരീരത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടിയിട്ട് അവന് കയ്യും കാലും ഒക്കെ മുളച്ചു. എത്ര കൈ? 1000 കൈ. 500 കൈ ഇവിടെ, 500 കൈ ഇവിടെ. 2 മനോഹരമായിട്ടുള്ള കാലുകൾ. അതിസുന്ദരൻ, കാഴ്ചയ്ക്ക് അതിസുന്ദരൻ. അങ്ങനെ അതിശക്തനായിട്ടുള്ള അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഭഗവാനെ ഉറക്ക ജയഗണേശ എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ടാദിച്ചു അത്ര. ദിക്കുകളൊക്കെ മുഴങ്ങണ വിധത്തിൽ ഗർജിച്ചു. അദ്ദേഹമാണ് കാർത്തവീര്യാർജുനൻ. കൃതവീരൻ്റെ പുത്രനായതുകൊണ്ട് കാർത്തവീര്യൻ. അർജുനൻ എന്നായിരുന്നു പേര്. അർജുനൻ്റെ തന്നെ പൂർവ്വജന്മമായിരുന്നു എന്നും പറയാറുണ്ട്. നരൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നും പറയാറുണ്ട് അദ്ദേഹത്തിൽ. ആ കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകൾ കണ്ടിട്ട് ദേവന്മാർ പോലും വിറച്ചുപോയി. കാരണം ഇയാളോട് പോയിട്ട് യുദ്ധം ചെയ്താൽ യമൻ പറഞ്ഞു അത്രേ, 500 അസ്ത്രങ്ങളാണ് ഒറ്റയടിക്ക് വരികയെന്ന്. 500 അമ്പുകൾ നമ്മുടെ നേരെ വരില്ലേ ഇയാളുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോയാൽ. അതുകൊണ്ട് ഇയാളെ നമിക്കുക എന്നല്ല പറഞ്ഞ് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി നടത്തി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, നീ സകല ലോകങ്ങളുടെയും ചക്രവർത്തിയായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞിട്ടൊരു അശരീരി ഉണ്ടായി. കാരണം ഗണപതി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ലയിച്ചിട്ടുണ്ടായിരുന്നു പൊക്കിള് വഴി. അതുകൊണ്ട് കാർത്തവീര്യാർജുൻ്റെ ശരീരത്തിൽ ഗണപതി ഭഗവാന്റെ നിത്യവാസമാണ്. ഈ സമയത്ത് ദേവന്മാരൊക്കെ താഴെ വന്നിട്ട് കാർത്തവീര്യനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ലോകമറിയുന്ന ഒരു മഹാത്മാവായിരിക്കും, മഹാബലവാനായിരിക്കും. വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ ജനങ്ങൾ അങ്ങയെ ഓർമ്മിക്കും. എന്തെങ്കിലും മുതൽ കളവ് പോയാൽ അങ്ങയെ പ്രാർത്ഥിക്കുന്നത് വഴി കളവ് പോയ മുതൽ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇന്നും കാർത്തവീര്യാർജുനൻ്റെ മന്ത്രം ചൊല്ലിയോ ഹോമം ചെയ്യുകയോ ചെയ്താൽ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടും. കളവ് പോയ മുതൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാർത്തവീര്യാർജുനൻ്റെ മന്ത്രമാണ് ചൊല്ലുക. അതുമാതിരി കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനും കാർത്തവീര്യാർജുനൻ്റെ മന്ത്രം ചൊല്ലുക. നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ അധികം ചെയ്യുന്നൊരു കാര്യമാണ്. കാർത്തവീര്യാർജുനനെ ഉപാസിക്കും. അതുകൊണ്ട് അദ്ദേഹം മന്ത്രമൂർത്തിയും കൂടിയാണ്, ദേവനാണ്. ഇപ്പോൾ പരശുരാമൻ്റെ കൈ കൊണ്ടാണ് പിന്നീട് മരിച്ചു പോകുന്നത്. ആ കഥയൊക്കെ വരുന്നുണ്ട് യുദ്ധത്തിൽ. അങ്ങനെ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ട് ദേവഗണങ്ങളൊക്കെ മറഞ്ഞു. ആനകളും കുതിരകളും പല്ലക്കുകളും ധാരാളം കൈവളക്കുകളും തേരുകളും കൊടകളും തഴകളും ചാമരങ്ങളും ആലവട്ടങ്ങളും ഇതൊക്കെ കാഴ്ച വസ്തുക്കളായിട്ട് ഓരോരോ രാജാക്കന്മാർ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ചു, നമസ്കരിച്ചു. എല്ലാവരുടെയും ചക്രവർത്തിയായിട്ട് നിമിഷാർദ്ധം കൊണ്ട് അദ്ദേഹം മാറി. ഒരു യുദ്ധവും ചെയ്യേണ്ടി വന്നില്ല. ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് ആ ക്ഷണത്തിൽ അദ്ദേഹം ചക്രവർത്തിയായിരുന്നാണ്. അങ്ങനെ അദ്ദേഹം ഗണപതിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം പണിതിട്ട് പ്രവാളം കൊണ്ടുള്ള വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. പ്രവാളം വെച്ചാൽ പവിഴം, പ്രവാള ഭസ്മം എന്ന് പറയും. നമ്മൾ
ആയുർവേദത്തിലൊക്കെ ഉണ്ട് പ്രവാള ഭസ്മം. പവിഴപ്പുറ്റുകൾ കൊണ്ട്, ചുവന്ന പവിഴം കൊണ്ടുള്ള ഗണപതിയെ നമ്മുടെ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മുംബൈയിൽ കണ്ടിട്ടില്ല, ആ കളറാണ്. പക്ഷെ അത് ചാന്ത് തേച്ചിട്ടാക്കണേ. ഇത് ഒറിജിനൽ പവിഴം കൊണ്ടുള്ള ഗണപതിയെ ഉണ്ടാക്കിയിട്ട് ആ പ്രവാള ഗണപതിയെ, പ്രവാള വിഗ്രഹത്തിനെ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. പൂജ കഴിച്ചു, ബ്രാഹ്മണർക്ക് ഗ്രാമങ്ങൾ കൊടുത്തു. ബ്രാഹ്മണർ സന്തോഷിച്ചിട്ട് ആ ഗണപതിക്ക് പ്രവാള ഗണപതി എന്ന് പേര് കൊടുത്തു. അതിനാണ് ഭൂമിയിൽ പ്രവാളക്ഷേത്രം എന്നുള്ള പേരിൽ പ്രസിദ്ധമായത്. അവിടെ പണ്ട് ആദിശേഷൻ ഭൂമിയെ ധരിക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയെ ചുമക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് ഗണപതിയെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത സ്ഥലത്താണ് കാർത്തവീര്യാർജുനൻ ഈ പ്രവാള ഗണപതിയെ പ്രതിഷ്ഠിച്ചതത്രേ. അവിടെ വെച്ചിട്ടാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ശേഷൻ ഈ കഴിവുകളൊക്കെ നേടിയെന്നുള്ളതുകൊണ്ട് അനന്തൻ്റെ സാന്നിധ്യവും ഈ പ്രവാള ഗണപതിയുടെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാള ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം പറയണു. ഇങ്ങനെ ഈ മകനെ രാജാവാക്കിയിട്ട് അഭിഷേകം ചെയ്തിട്ട് അവൻ്റെ ശക്തി കണ്ടും അവൻ്റെ പ്രതാപം കണ്ടും അവൻ്റെ ഭക്തി കണ്ടിട്ടും സന്തുഷ്ടനായിട്ട് കൃതവീരൻ തൻ്റെ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങളെയൊക്കെ പോയി ശുദ്ധനായി തൻ്റെ പത്നിയോട് കൂടിയിട്ട് ഭഗവാന്റെ ലോകത്തിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് പറയാണ്. ഈ വിധത്തിൽ ഇന്ദ്രൻ്റെ മുഖത്തുനിന്ന് ആ വ്രതത്തിൻ്റെ മാഹാത്മ്യം കേട്ട ശൂരസേനൻ ആനന്ദമഗ്നനായി എന്നാ പറഞ്ഞു. അതിനുശേഷം ഇന്ദ്രൻ്റെ വിമാനം തിരിച്ചു പോകാനുള്ള കാര്യങ്ങളെ അന്വേഷിച്ചു. അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നു, വിളംബരം ചെയ്തു നാട്ടിൽ നിന്ന്. ഇവിടെയും വീണ്ടും നാട് മുഴുവൻ വിളംബരം ചെയ്തു എന്ന് പറയണു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പട്ടാളക്കാരെ അയച്ചപ്പോൾ അവരൊരു കാഴ്ച കണ്ടു. ഒരു ചണ്ഡാള സ്ത്രീ, ശരീരം മുഴുവൻ പൊട്ടിയൊലിച്ചിരിക്കുന്നൊരു വൃത്തികെട്ട ശരീരമുള്ളൊരു പെണ്ണിനെ ഗണപതിയുടെ ദൂതന്മാർ വന്നിട്ട് വിമാനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണു. അവരുടനെ ഗണപതിയുടെ ദൂതന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകരുത്, അവളെ കൊണ്ടുപോകരുത്. അവളെപ്പോലെ ഒരാൾ വന്നിട്ട് അവളുടെ പുണ്യം കൊടുത്തു കഴിഞ്ഞാലാണ് ഈ വിമാനം വരിക. നിങ്ങൾ കൊണ്ടുപോകണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ ചണ്ഡാള സ്ത്രീ ആണെങ്കിലും അത്രയും പുണ്യം ചെയ്തവളായിരിക്കുമല്ലോ, അതെന്താ അവൾ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറയും, ഇവള് പൂർവ്വജന്മത്തിൽ ബംഗാളദേശത്ത് സാരംഗധരൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ്റെ മകളായിരുന്നു. കോകില എന്നായിരുന്നു അവളുടെ പേര്. സുന്ദരി എന്നായിരുന്നു. അവൾ സൗന്ദര്യം കൊണ്ടും അച്ഛൻ്റെ ധനം കൊണ്ടും അഹങ്കരിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ പോലും ശ്രദ്ധിക്കാണ്ട് അന്യപുരുഷന്മാരുടെ കൂടെ ശയിക്കുന്ന വേശ്യ എന്നുള്ള അവസ്ഥയിൽ തന്നെ എത്തിയ ഒരു സ്ത്രീയായിരുന്നു. ഒരു ദിവസം രാത്രി ഭർത്താവ് അത് കണ്ടുപിടിച്ച് അവളെ തടഞ്ഞു നിർത്താൻ നോക്കിയപ്പോൾ അവൾ കഠാര എടുത്ത് അദ്ദേഹത്തിനെ കുത്തിക്കൊന്നിട്ട് ജാരൻ്റെ കൂടെ സംഗമിക്കാനായിട്ട് പുറത്തേക്ക് പോയി. സമീപവാസികളൊക്കെ കൂടെ അവൾ തിരിച്ചു വരണവരെ ഒളിച്ചിരുന്നു. പട്ടാളക്കാരെ വിവരം അറിയിച്ചിട്ട് അവരും ഇരുട്ടത്ത് ഒളിച്ചിരുന്നു. ഇവൾ തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ രാജകൽപ്പന കൊണ്ട് അവൾക്ക് വധശിക്ഷയും കിട്ടി. അവളെ വധിച്ചു. ഈ ജന്മത്തിൽ അവൾ നികൃഷ്ടയായിട്ടുള്ളൊരു ചണ്ഡാള സ്ത്രീ ആയിട്ടാണ് അവൾ ജനിച്ചത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാലം അവൾ നരകത്തിലും കടന്നിട്ട് എന്നിട്ടും പാപം മാറാനായിട്ടാണ് അവൾ ചണ്ഡാളത്തിയായിട്ട് മാറിയത്. അങ്ങനെ ഇരിക്കുന്ന അവൾ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം പകൽ മുഴുവൻ കിടന്നുറങ്ങി. വൈകുന്നേരം രാത്രിയുടെ ആദ്യത്തെ യാമായപ്പോൾ 6 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് വൈകുന്നേരത്തെ രാത്രിയുടെ ആദ്യത്തെ യാമം. സന്ധ്യാനേരത്താണ് ഇവൾ കണ്ണു തുറന്നത്, പകൽ മുഴുവൻ കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ അവൾക്ക് വിശന്നു. അവൾ ആ സന്ധ്യാനേരത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ സങ്കടഹാര ചതുർത്ഥി വ്രതം കഴിഞ്ഞിട്ടുള്ള വ്രതം മുറിച്ച് അതിൻ്റെ നേദ്യവും പ്രസാദമൊക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുകയായിരുന്നു. അവൾക്കും കിട്ടി. അവൾ വിശപ്പോട് കൂടിയിട്ടാണ് കഴിക്കണമെങ്കിൽ അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം അവിടെ ഇരിക്കണം കണ്ടു ദൂരെ വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഗണേശ എന്ന് പറഞ്ഞിട്ട് ആ പ്രസാദം കഴിച്ചു. അതിൻ്റെ ഫലം കൊണ്ട് ഭഗവാൻ ഈ വിമാനം അയച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകണം ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ദയവ് ചെയ്തിട്ടൊന്ന് രാജാവിൻ്റെ അവിടെ കൊണ്ടുവരും. അങ്ങനെയാണ് ഈ 2 കാര്യവും നടക്കും. നിങ്ങളുടെ വിമാനവും പോവും, ഇന്ദ്രൻ്റെ വിമാനവും പോവും എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഗണപതിയുടെ ആജ്ഞ തന്നെ അത് ഞങ്ങൾ കരുതണമെന്ന് കരുതിയിട്ട് ഗണപതിയുടെ പാർഷദന്മാർ അവളെ ദിവ്യശരീരിയാക്കി അതിസുന്ദരിയായിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള സുന്ദരിയാക്കി അവളെയും കൊണ്ടുവന്ന് ഇന്ദ്രൻ്റെ വിമാനത്തിൻ്റെ അവിടെ എത്തി. അവൾ വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഇന്ദ്രവിമാനം ഉണർന്നു, സ്റ്റാർട്ടായി. അങ്ങനെ ഇന്ദ്രൻ ദേവലോകത്തേക്കും അവളെയും കൂട്ടിയിട്ട് ഗണപതിയുടെ ലോകത്തേക്കും പോയ കഥ പറയുന്ന അവിടെ ഈ സങ്കടഹാര ചതുർത്ഥി വ്രതത്തിൻ്റെ മഹിമ മുഴുവൻ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവത്ര ഗണേശനാമ സങ്കീർത്തനം. ഓം ഗം ഗണപതയേ നമഃ.